ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പകലത്തെ ബഹളങ്ങളൊക്കെ അടങ്ങി ലോകം മുഴുവനൊന്ന് ശാന്തമാകുന്ന സമയം. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന സമയം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും മനസ്സുകൊണ്ട് നമുക്കൊരിടം വരെ പോകാനുണ്ട്. ഇന്നത്തെ കാലത്തല്ല, ഏകദേശം 150 വർഷം പുറകിലേക്ക്, 1848ലേക്ക്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന്. മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രവാസിയുണ്ട്. ജനിച്ച മണ്ണിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാത്ത, ദൂരെയുള്ള ഏതോ ഒരു അത്ഭുതലോകം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മനസ്സ്. അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു നമ്മുടെ കഥാനായകൻ ഹെൻറി വാൾട്ടർ ബെയ്റ്റ്സ്. പുള്ളിയെപ്പറ്റി പറയുമ്പോൾ വലിയ തറവാട്ടിലെ പണക്കാരനൊന്നും അല്ല കേട്ടോ. ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന സ്ഥലത്ത് ഒരു സാധാരണ ഹോസിയറി ഫാക്ടറിയിൽ, നമ്മുടെ നാട്ടിലെ ഒരു തയ്യൽക്കടയോ അല്ലെങ്കിൽ ചെറിയൊരു ഗാർമെന്റ്സ് കമ്പനിയോ ഒക്കെ പോലെയെന്ന് കൂട്ടിക്കോ, കണക്കെഴുതി ജീവിച്ചിരുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ. പ്രായം വെറും 23. നമ്മളൊക്കെ ആ പ്രായത്തിൽ എന്താ ചിന്തിക്കുന്നേ? ഒരു നല്ല ജോലി, വീട്, കല്യാണം, ഇതൊക്കെയാവും സ്വപ്നം. പക്ഷേ ബെയ്റ്റ്സിന്റെ തലയിൽ ഇതൊന്നുമല്ല. കക്ഷിയുടെ കണ്ണെപ്പോഴും തറയില. വഴിയിൽ കാണുന്ന വണ്ടുകൾ, ഇലപ്പൊട്ടുകൾ, പൂമ്പാറ്റകൾ, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ലോകം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇംഗ്ലണ്ടിലെ തണുപ്പും പുകയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ഫാക്ടറിയിലെ യന്ത്രങ്ങളുടെ ശബ്ദത്തിനിടയിലിരുന്ന് കണക്കെഴുതുമ്പോഴും ബെയ്റ്റ്സിന്റെ മനസ്സു മുഴുവൻ ആയിരക്കണക്കിന് കാതങ്ങൾ അകലെയുള്ള സൂര്യപ്രകാശം തളം കെട്ടി നിൽക്കുന്ന ആമസോൺ കാടുകളിലായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേര് ഗൾഫിൽ പോകാൻ കൊതിക്കുന്നത് പോലെ ഒരു കൊതിയല്ലാതെ, അത് വേറെന്തോ ഒന്നാണ്. കാശുണ്ടാക്കാനല്ല, മറിച്ച് എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള അടങ്ങാത്ത ദാഹം. അന്നത്തെ കാലത്ത് നാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ പ്രകൃതി നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. പക്ഷെ അത് പണക്കാരുടെ ഹോബിയായിരുന്നു. ചാൾസ് ഡാർവിനെ പോലെയുള്ള വലിയ പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണി. ബെയ്റ്റ്സിനെ പോലെ ഒരാൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നീ വല്ല പണിക്കും പോയി വീട്ടുകാർക്ക് 4 കാശുണ്ടാക്കി കൊടുക്കാൻ നോക്ക് എന്ന് നമ്മുടെ നാട്ടിൽ പറയും പോലെ അവിടുത്തെ നാട്ടുകാരും പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വിധി ചിലപ്പോൾ ചില കൂടിച്ചേരലുകൾ കാത്തുവയ്ക്കും. നമ്മുടെ നാട്ടിൽ ചായക്കടയിൽ വെച്ചോ വായനശാലയിൽ വെച്ചോ ഒക്കെ സമാന ചിന്താഗതിക്കാരായ കൂട്ടുകാരെ കിട്ടാറില്ലേ? അതുപോലെ ബെയ്റ്റ്സിനൊരു കൂട്ടുകാരനെ കിട്ടി. പേര് ആൽഫ്രഡ് റസൽ വാലസ്. ബെയ്റ്റ്സിനേക്കാളും കുറച്ചുകൂടി വട്ടുമൂത്ത ഒരാൾ. രണ്ടുപേരും കൂടി ഇംഗ്ലണ്ടിലെ ലൈബ്രറികളിലിരുന്ന് ആമസോണിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കും. വോയേജ് അപ്പ് ദ റിവർ ആമസോൺ എന്നൊരു പുസ്തകം വായിച്ച് രണ്ടുപേരുടെയും കിളിപോയിരിക്കുക. ആ പുസ്തകത്തിൽ അവർ വായിച്ചത് എന്താണെന്നോ? അവിടെ ആമസോണിൽ സ്വർണ്ണ നിറമുള്ള വണ്ടുകളുണ്ട്, കൈപ്പത്തിയുടെ വലിപ്പമുള്ള പൂമ്പാറ്റകളുണ്ട്, ആകാശമുട്ടുന്ന മരങ്ങളുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോൾ നമ്മുടെ ബെയ്റ്റ്സിന്റെ ഉള്ളിൽ കിടന്ന ആ ആഗ്രഹം ആളിക്കത്തി. നമുക്ക് പോകാം, വാലസ് പറഞ്ഞു. കയ്യിൽ കാശില്ലല്ലോ, ബെയ്റ്റ്സ് ഓർമ്മിപ്പിച്ചു. നമ്മൾ അവിടെ പോയി വണ്ടുകളെയും പൂമ്പാറ്റുകളെയും പിടിച്ച് ലണ്ടനിലേക്ക് അയക്കും, മ്യൂസിയംകാർക്ക് വിൽക്കും. ആ കാശുകൊണ്ട് നമുക്ക് ജീവിക്കാം. എന്തൊരു മണ്ടൻ ഐഡിയ ആണല്ലേ! ഇന്നത്തെ കാലത്താണെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ? നീ എന്താടേ പറയുന്നത്? കാട്ടിൽ പോയി വണ്ടിനെ പിടിച്ച് വിറ്റ് ജീവിക്കാനോ? നിനക്ക് വട്ടാണോ എന്ന് ചോദിച്ച് വീട്ടുകാർ തല്ലി പുറത്താക്കിയേനെ. പക്ഷേ ബെയ്റ്റ്സിന് വേറെ വഴിയില്ലായിരുന്നു. ആ ഫാക്ടറിയിലെ ജീവിതം പുള്ളിക്ക് മടുത്തു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും റിസ്ക് എടുത്തേ പറ്റുമെന്ന്. ആ ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ 1848 ഏപ്രിൽ മാസത്തിൽ മിസ്ചീഫ് എന്നു പേരുള്ള ഒരു ചെറിയ കപ്പലിൽ അവർ കയറി. ആ പേര് തന്നെ നോക്കിക്കേ, കുസൃതി അല്ലെങ്കിൽ വികൃതി എന്നൊക്കെ അർത്ഥം വരുന്ന പേര്. അവരുടെ യാത്രയ്ക്ക് ഇതിലും നല്ലൊരു പേരില്ല. കപ്പൽ യാത്ര അന്ന് ഇന്നൊക്കെ പോലെയല്ല. മാസങ്ങൾ നീളുന്ന യാത്ര, കടൽ ചൊരുക്കും ഛർദിയുമൊക്കെയായി നരകതുല്യമായ ദിവസങ്ങൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ ചുറ്റും വെള്ളം മാത്രം. ആകാശവും കടലും ഒന്നായിത്തീരുന്ന ചക്രവാളം നോക്കി ബെയ്റ്റ്സ് മണിക്കൂറുകളോളം ഇരുന്നിട്ടുണ്ടാകും. പുള്ളിയുടെ മനസ്സിൽ എന്തായിരുന്നിരിക്കും? പേടി കാണില്ലേ? ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി വിദേശത്തേക്ക് പോകുന്ന ഒരാളുടെ ഉള്ളിലെ ആന്തൽ, തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത യാത്ര, വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിട്ട് തികച്ചും അപരിചിതമായൊരു ദേശത്തേക്ക്. പക്ഷേ ആ കപ്പൽ ബ്രസീലിന്റെ തീരത്തേക്ക് അടുക്കുംതോറും കാറ്റിന്റെ ഗന്ധം മാറി തുടങ്ങി. ഉപ്പുരസമുള്ള കടൽക്കാറ്റിനു പകരം നനഞ്ഞ മണ്ണും മരങ്ങളും പൂക്കളും എല്ലാം ചേർന്നൊരു വല്ലാത്ത ഗന്ധം. നമ്മുടെ നാട്ടിൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉയരുന്നൊരു മണമില്ലേ, അതിന്റെ 100 ഇരട്ടി വീര്യമുള്ള മണം. അവർ പാര എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി. ഇന്നത്തെ ബെലം എന്ന സ്ഥലം. ആദ്യത്തെ കാഴ്ച അത് ബെയ്റ്റ്സിന്റെ കണ്ണ് തള്ളിച്ചു. ചൂട്, ഹോ, സഹിക്കാൻ പറ്റാത്ത ചൂട്.
നമ്മുടെ കേരളത്തിലെ ഏപ്രിൽ മെയ് മാസത്തെ ഉച്ചവെയിൽ പോലെയാണെന്ന് കരുതല്ലേ. ഇത് അതിലും ഭീകരമാണ്. ആവി പറക്കുന്ന ചൂട്. വായുവിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നതുകൊണ്ട് വിയർപ്പ് താഴേക്കൊഴുകില്ല, ശരീരത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കും. പക്ഷെ ആ ചൂടിനേക്കാൾ ബെയ്റ്റ്സിനെ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ കാടാണ്. പച്ചപ്പിന്റെ മതിൽ എന്നാണ് പുള്ളി അതിനെ വിശേഷിപ്പിച്ചത്. കരയിൽ നിന്ന് നോക്കുമ്പോൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് സൂര്യപ്രകാശം പോലും നിലത്ത് വീഴാത്തത്ര ഇടതൂർന്ന കാട്. നാട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ നടക്കുമ്പോൾ കാണുന്ന ചെടികളല്ല, ആന വലിപ്പമുള്ള ഇലകൾ. വള്ളിപ്പടർപ്പുകൾ പാമ്പുകളെപ്പോലെ മരങ്ങളെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു. കപ്പലിറങ്ങിയ ആദ്യ ദിവസം ബെയ്റ്റ്സും വാലസും കൂടി ആ കാട്ടിലേക്കൊന്ന് നടക്കാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ കാടുണ്ടെങ്കിലും നമ്മൾ റോഡിലൂടെയോ വഴിയെയോ ഒക്കെയാണല്ലോ നടക്കാറ്. ഇവിടെ അങ്ങനെയല്ല. ഓരോ ചുവടും വെട്ടി വെട്ടി വേണം മുന്നോട്ടു പോകാൻ. അവർ കാട്ടിലേക്ക് കയറിയപ്പോൾ കേട്ട ശബ്ദങ്ങൾ അത് മറ്റൊരു ലോകമായിരുന്നു. ചീവീടുകളുടെ നിർത്താത്ത കരച്ചിൽ, ഏതോ പക്ഷികളുടെ വിചിത്രമായ കൂവലുകൾ. പെട്ടെന്നാണ് ബെയ്റ്റ്സ് അത് കണ്ടത്. അവന്റെ മുന്നിലൂടെ ഒരു പൂമ്പാറ്റ പറന്നുപോയി. സാധാരണ പൂമ്പാറ്റയല്ല, മോർഫോ എന്നൊരിനം. അതിന്റെ ചിറകുകൾക്ക് ആകാശത്തിന്റെ നീലനിറമാണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് തിളങ്ങും. ഒരടി വലിപ്പമുണ്ടാകും ചിറകിന്. അത് പറക്കുമ്പോൾ വായുവിൽ നീലനിറത്തിലുള്ള ഒരു വെളിച്ചം മിന്നിമറയുന്നത് പോലെ തോന്നും. ബെയ്റ്റ്സ് ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നുപോയി. പുള്ളി തന്റെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര സൗന്ദര്യം. ആ നിമിഷം ആ ഫാക്ടറിയിലെ കണക്കെഴുത്തും ലണ്ടനിലെ പുകയും കപ്പലിലെ ദുരിതവും എല്ലാം പുള്ളി മറന്നു. ഞാൻ എത്തിച്ചേരേണ്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. മുന്നിലുള്ളത് സ്വർഗമാണോ അതോ പച്ചനിറമുള്ള നരകമാണോ എന്ന് തിരിച്ചറിയാൻ പുള്ളിക്ക് ഇനിയും സമയം വേണ്ടിയിരുന്നു. ആ കാട് അവരെ മാടി വിളിക്കുകയായിരുന്നു, ഒരു സുന്ദരിയായ യക്ഷിയെപ്പോലെ. അടുത്തു ചെന്നാൽ ചിലപ്പോൾ സ്നേഹിക്കും, അല്ലെങ്കിൽ രക്തമൂറ്റി കുടിക്കും. അന്നത്തെ രാത്രി ബെയ്റ്റ്സ് തന്റെ ഡയറിയിൽ കുറിച്ചു, ഇവിടെ പ്രകൃതിയാണ് യജമാനൻ, മനുഷ്യൻ വെറുമൊരു അതിഥി മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, കാടിൻ്റെ മക്കൾന്ന്. അവിടെ ചെന്നപ്പോൾ ബെയ്റ്റ്സിന് മനസ്സിലായി, താൻ ആരുമല്ല, പ്രകൃതിയുടെ ഈ കൂറ്റൻ ക്യാൻവാസിൽ ഒരു ചെറിയ കുത്തുമാത്രം. രാത്രിയായി. അവർ താമസിക്കുന്ന ചെറിയ കുടിലിന് പുറത്ത് ആമസോൺ കാട് ഉണരുകയാണ്. പകൽ ഉറങ്ങുന്ന പല ജീവികളും രാത്രിയാണ് പുറത്തിറങ്ങുന്നത്. ബെയ്റ്റ്സ് തന്റെ കൊതുകുവലയ്ക്കുള്ളിൽ കിടന്ന് പുറത്തെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു. അതൊരു പേടിപ്പിക്കുന്ന ശബ്ദമായിരുന്നില്ല, മറിച്ച് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു താളം, പ്രകൃതിയുടെ ഹൃദയമിടിപ്പ്. ആ താളത്തിനൊപ്പം ബെയ്റ്റ്സിന്റെ പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു. 11 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന, ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഏകാന്ത യാത്രയുടെ തുടക്കം. നാട്ടിലെ അമ്മയെ ഓർമ്മ വന്നിട്ടുണ്ടാകാം, കൂട്ടുകാരെ ഓർമ്മ വന്നിട്ടുണ്ടാകാം. പക്ഷേ ആമസോൺ നദി ഒഴുകുന്ന ശബ്ദം കേട്ട് ബെയ്റ്റ്സ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നാളെ എന്ത് സംഭവിക്കും എന്നാർക്കറിയാം. നേരം വെളുക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നേരം വെളുക്കുമ്പോൾ കിളികളുടെ പാട്ടും അമ്പലത്തിലെ പാട്ടുമൊക്കെ കേൾക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. അവിടെ അങ്ങനെയല്ല. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപൻ കാട് ഉണങ്ങിക്കഴിയും. ഹൗളർ കുരങ്ങന്മാർ എന്ന് പറയുന്ന ഒരിനം കുരങ്ങുകളുണ്ട് അവിടെ. അവന്മാരുടെ കരച്ചിൽ കേട്ടാൽ നമ്മുടെ നാട്ടിൽ ഇടിവെട്ടുന്ന പോലെ തോന്നും. കിലോമീറ്ററുകൾ അപ്പുറത്ത് കേൾക്കാമാ ഒച്ച. ആ ഭീകര ശബ്ദം കേട്ടാണ് പലപ്പോഴും ബെയ്റ്റ്സ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റാൽ പിന്നെ തിരക്കാണ്. ഇതൊരു ടൂറിസ്റ്റ് ട്രിപ്പൊന്നും അല്ലല്ലോ, പണി തുടങ്ങണം. രാവിലെ ഒരു കടും കാപ്പിയും കുടിച്ച്, ബ്രസീലുകാർക്ക് കാപ്പിയെന്ന് പറഞ്ഞാൽ ജീവനാണ്, നമ്മുടെ നാട്ടിലെ ചായ പോലെ. അവർ കാട്ടിലേക്ക് ഇറങ്ങും. തോക്കുമെടുത്ത്, പ്രാണികളെ പിടിക്കാനുള്ള വലയുമെടുത്ത്, കഴുത്തിൽ പലതരം കുപ്പികളും തൂക്കി ആ കാട്ടിലൂടെ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാണുന്നവർക്ക് വട്ടാണെന്ന് തോന്നും. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി. അവർ ഒരു പഴയ മില്ലിനടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. നമ്മുടെ നാട്ടിലെ ഓലമേഞ്ഞ പുര പോലെ ലളിതമായ ഒരിടം. അവിടെ താമസിച്ച് ചുറ്റുമുള്ള കാടുകളിൽ കറങ്ങി നടന്നു. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ, അത് ആലോചിക്കാൻ കൂടി വയ്യ. നമ്മുടെ കേരളത്തിൽ കർക്കിടക മാസത്തിൽ മഴ പെയ്ത് തോരുമ്പോൾ ഒരു പുഴുക്കം ഉണ്ടാവില്ലേ? ചൂടും ഈർപ്പവും കൂടി നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ. അതിൻ്റെ 10 ഇരട്ടിന്ന് കൂട്ടിക്കോ. ഉടുപ്പിട്ടാൽ അത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കും. ഷൂസിനുള്ളിൽ വെള്ളം കയറിയ പോലെ എപ്പോഴും നനവ്. പിന്നെ അവിടെ വേറൊരു വില്ലനുണ്ട്, പ്രാണികൾ. നമ്മൾ പ്രാണികളെ പിടിക്കാനാണ് പോയത്, പക്ഷെ പ്രാണികൾ നമ്മളെ തിന്നാൻ വരും. പിയൂം എന്നൊരു തരം ചെറിയ ഈച്ചയുണ്ട്. കടുകുമണിയുടെ വലിപ്പമേ ഉള്ളൂ, പക്ഷെ കടിച്ചാൽ ചോര പൊടിയും. കൂട്ടത്തോടെയാണ് അവ വരുന്നത്.
നമ്മുടെ റബ്ബർ തോട്ടത്തിലൊക്കെ കൊതുകുകൾ പൊതിയുന്നത് പോലെ. ബെയ്റ്റ്സിന്റെ കയ്യിലും മുഖത്തുമൊക്കെ ചോരപ്പാടുകൾ വീണു തുടങ്ങി. ഓരോ ദിവസവും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ശരീരം മുഴുവൻ നീര് വന്ന് വീർത്തിട്ടുണ്ടാകും. പക്ഷേ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അവർക്ക് കിട്ടിയ ചില നിധികളുണ്ട്. ബെയ്റ്റ്സ് അന്ന് ഡയറിയിൽ എഴുതിയത് ഓരോ ദിവസവും ഒരു പുതിയ അത്ഭുതമാണ് എന്നാണ്. അവർ പിടിച്ച വണ്ടുകൾ, ചിലതിന് സ്വർണത്തിന്റെ നിറം, ചിലതിന് മാണിക്യത്തിന്റെ തിളക്കം. നമ്മുടെ നാട്ടിൽ കാണുന്ന ചാണകവണ്ടിന്റെയൊക്കെ ഷേപ്പ് തന്നെ, പക്ഷെ കളർ വേറെ ലെവലാണ്. ഇതൊക്കെ പിടിച്ചാൽ മാത്രം പോരാ, അതിനെ കേടാകാതെ സൂക്ഷിക്കണം. അതായിരുന്നു ഏറ്റവും വലിയ പാട്. ഈർപ്പം കാരണം സാധനങ്ങൾ പൂപ്പൽ പിടിക്കും. നമ്മൾ ഉണക്കിവെച്ച വണ്ടുകളെ ഉറുമ്പ് വന്ന് തിന്നും. രാത്രി ഉറങ്ങാതെ കാവലിരിക്കേണ്ട അവസ്ഥ. പിടിച്ച പ്രാണികളെ പെട്ടിയിലാക്കി ലണ്ടനിലെ ഏജന്റിന്, സ്റ്റീവൻസ് എന്നായിരുന്നു അയാളുടെ പേര്, അയാളത് വിറ്റിട്ട് വേണം ഇവർക്കിവിടെ അരി മേടിക്കാൻ കാശയക്കാൻ. ആലോചിച്ചു നോക്കിയേ, ലണ്ടനിൽ നിന്ന് മറുപടി വരാൻ മാസങ്ങളെടുക്കും. സാധനം കിട്ടി, നല്ല വില കിട്ടി എന്ന കത്ത് വരുന്നതുവരെ ഇവർക്ക് പട്ടിണിയാണോ എന്നൊരുറപ്പുമില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് ഗൾഫിൽ പോയവർ കത്തെഴുതി കാത്തിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയില്ലേ, അതുതന്നെ. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ബെയ്റ്റ്സും വാലസും കൂടി ആലോചിച്ചു, നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ തരം പ്രാണികളെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ 2 മീൻപിടുത്തക്കാർ ഒരേ കുളത്തിൽ ചൂണ്ടയിട്ടാൽ 2 പേർക്കും കുറച്ചു മീനേ കിട്ടൂ. അതേസമയം ഒരാൾ പുഴയിലും മറ്റേയാൾ കായലിലും പോയാലോ 2 പേർക്കും ചാകരയായിരിക്കും. ഇതായിരുന്നു അവരുടെ ലോജിക്. പക്ഷേ അത് പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ട്, സ്വന്തം ഭാഷ സംസാരിക്കുന്ന സ്വന്തം നാട്ടുകാരനായ ഒരേയൊരു സുഹൃത്ത്. അവനോട് ശരി, നീ ആ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോകാമെന്ന് പറയുന്നത് എത്ര വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതൊരു വൈകുന്നേരമായിരുന്നു. അവർ ആമസോണിന്റെ കൈവഴികൾ നോക്കി തീരുമാനമെടുത്തു. വാലസ് പറഞ്ഞു, ഞാൻ റിയോ നെഗ്രോ നദിയിലൂടെ വടക്കോട്ട് പോകാം. ബെയ്റ്റ്സ് പറഞ്ഞു, എങ്കിൽ ഞാൻ സോളിമോസ് വഴി പടിഞ്ഞാറോട്ട് പോകാം. അതൊരു വലിയ തീരുമാനമായിരുന്നു. നമ്മുടെ നാട്ടിൽ 2 സുഹൃത്തുക്കൾ 2 ബസ്സിൽ കയറി പിരിയുന്നത് പോലെയല്ല ഇത്. കാട്, വന്യമൃഗങ്ങൾ, അപരിചിതമായ ഗോത്രവർഗക്കാർ. ആർക്കെന്ത് സംഭവിച്ചാലും മറ്റേയാൾ അറിയില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും കണ്ടില്ലെന്നും വരാം. അവർ കൈകൊടുത്തു പിരിഞ്ഞു. വാലസ് വടക്കോട്ടു പോയി. ബെയ്റ്റ്സ്, നമ്മുടെ നായകൻ, തന്റെ വള്ളം പടിഞ്ഞാറോട്ട് തിരിച്ചു. ഇനിയാണ് ബെയ്റ്റ്സിന്റെ യഥാർത്ഥ ഏകാന്തവാസം തുടങ്ങുന്നത്. ബെയ്റ്റ്സ് സഞ്ചരിച്ച വള്ളത്തെപ്പറ്റി പറയണം. മൊണ്ടാരിയ എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കെട്ടുവള്ളം കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ. പക്ഷേ അത്ര സൗകര്യമൊന്നുമില്ല. മുളയും ഓലയും കൊണ്ട് മറച്ച ഒരു ചെറിയ കൂരയുണ്ട് വള്ളത്തിനു മുകളിൽ. അതിനുള്ളിലാണ് കിടപ്പും ഇരിപ്പും എല്ലാം. തുഴയാൻ കൂടെയുള്ളത് കുറച്ച് നാട്ടുകാരാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ബെയ്റ്റ്സിന് അവരുടെ ഭാഷയും വലിയ പിടിയില്ല. ആംഗ്യഭാഷയും പൊട്ടിപ്പൊളിഞ്ഞ പോർച്ചുഗീസും വെച്ചാണ് സംസാരം. ആ യാത്ര, ആമസോൺ നദി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാറോ ഭാരതപ്പുഴയോ ഒന്നുമല്ല കേട്ടോ. ചില സ്ഥലത്ത് അതിന് കടലിന്റെ വീതിയാണ്. അക്കരെ കാണാൻ പറ്റില്ല. നദിയുടെ നടുവിലൂടെ പോകുമ്പോൾ ചുറ്റും വെള്ളം മാത്രം. ആകാശവും വെള്ളവും തൊടുന്ന ചക്രവാളം. ഇടയ്ക്ക് ഭയങ്കര കാറ്റ് വീശും. വള്ളം മറിഞ്ഞാൽ തീർന്നു. മുതലകളും പിരാനകളും നിറഞ്ഞ വെള്ളമാണ്. നീന്തി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ബെയ്റ്റ്സ് സാന്റാരം എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് പിന്നെയും ഉള്ളിലേക്ക്, ഈഗ എന്ന ചെറിയ ഗ്രാമത്തിലേക്ക്. നാട്ടുകാർ അത്ഭുതത്തോടെയാണ് ഈ വെളുത്ത സായിപ്പിനെ നോക്കിയത്. ഇവനെന്താ പ്രാന്തുണ്ടോ? എന്തിനാ ഈ പുല്ലിലും കാട്ടിലും നടന്ന് പാറ്റകളെ പിടിക്കുന്നത് എന്നവർ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ ക്യാമറയുമായി നടക്കുന്നവരെ കാണുമ്പോൾ പ്രായമായവർ ചോദിക്കില്ലേ, ഇതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ കുഞ്ഞേന്ന്? അതുപോലെ അവിടുത്തെ ഗ്രാമീണർക്ക് ഈ പ്രാണികൾ വെറും ശല്യമാണ്. അവയെ കുപ്പിയിലാക്കി വെക്കുന്ന ബെയ്റ്റ്സിനെ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ബെയ്റ്റ്സ് പതുക്കെ അവരുമായി അടുത്തു. അവരുടെ കൂടെ കപ്പ കഴിച്ചു, മീൻ പിടിക്കാൻ പോയി, ആമയുടെ മുട്ട വേവിച്ചു കഴിച്ചു. അത് അവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമാണ്. പുള്ളി അവിടെ ഒരു കൊച്ചു വീടൊപ്പിച്ചു. ഇനി അതാണ് ലോകം. വൈകുന്നേരങ്ങളിൽ റാന്തൻ വിളക്കിന്റെ വെളിച്ചത്തിൽ
താൻ പിടിച്ച പ്രാണികളെ ബേറ്റ്സ് പരിശോധിക്കും. ഒരു ചെറിയ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആ വണ്ടുകളുടെ കാലിലെ രോമങ്ങളും ചിറകിലെ പാറ്റേണുകളും തെളിഞ്ഞുവരും. ആ നിമിഷങ്ങളിൽ പുള്ളിക്ക് തോന്നും, ദൈവം എത്ര ക്ഷമയോടെയാണ് ഈ ഓരോ ജീവിയെയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ഒരു കുഞ്ഞു വണ്ടിന്റെ ചിറകിൽ പോലും 1000 നിറങ്ങൾ. പക്ഷേ രാത്രിയാകുമ്പോൾ എല്ലാം ഒതുങ്ങി ചുറ്റും നിശബ്ദമാകുമ്പോൾ ഏകാന്തത ബെയ്റ്റ്സിനെ വന്ന് പൊതിയും. നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വീട്ടിലെ ഓർമ്മ വന്ന് കരയാറില്ലേ? അതുപോലെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള തൻ്റെ വീട്, അവിടത്തെ തണുപ്പ്, അമ്മയുടെ സ്നേഹം, ഇതൊക്കെ ഓർക്കുമ്പോൾ ബെയ്റ്റ്സിന്റെ മനസ്സ് വിങ്ങി പൊട്ടിയിട്ടുണ്ടാകും. ഒരു കത്തെഴുതിയാൽ അത് വീട്ടിലെത്താൻ 6 മാസമെടുക്കും. ഞാനിവിടെ സുഖമായിരിക്കുന്നു എന്നെഴുതുമ്പോൾ ചിലപ്പോൾ ബെയ്റ്റ്സ് പനി പിടിച്ചു വിളക്കുകയായിരിക്കും. ഒരിക്കൽ പുള്ളിക്ക് കടുത്ത പനി വന്നു. മലമ്പനി അല്ലെങ്കിൽ മഞ്ഞപ്പനി. ആരും തിരിഞ്ഞു നോക്കാനില്ല, മരുന്നുമില്ല. ഒരു പഴയ മുഷിഞ്ഞ പുതപ്പും പുതച്ച് പനിച്ച് വിറച്ച് ആ കുടിലിൽ തനിച്ച് കിടക്കുമ്പോൾ ബെയ്റ്റ്സ് മരണത്തെ മുന്നിൽ കണ്ടു. പുറത്തു മഴ പെയ്യുന്ന ശബ്ദം. ഇവിടെ കിടന്ന് ഞാൻ തീർന്നാൽ ആരും അറിയില്ലല്ലോ എന്ന ചിന്ത. നമ്മുടെ നാട്ടിൽ അനാഥപ്രേതം എന്നൊക്കെ പറയില്ലേ? അതുപോലെ ആ കാട്ടിൽ ലയിച്ചു ചേരാൻ വിധിക്കപ്പെട്ട ജന്മമാണോ തൻ്റേതെന്ന പുള്ളി ഭയന്നു. പക്ഷേ ബെയ്റ്റ്സ് തോറ്റില്ല. അവന്റെ ഉള്ളിലെ ആ കനൽ, ശാസ്ത്രത്തിനോടുള്ള ആ അഭിനിവേശം, അതായിരുന്നു അവന്റെ മരുന്ന്. പനി കുറഞ്ഞാൽ ഉടനെ അവൻ എഴുന്നേൽക്കും, വീണ്ടും കാട്ടിലേക്ക്. കാരണം അവിടെ അവനെ കാത്ത് ഒത്തിരി രഹസ്യങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ലോകം ഇന്നുവരെ കാണാത്ത, കേൾക്കാത്ത സത്യങ്ങൾ. അതായിരുന്നു ബെയ്റ്റ്സിന്റെ ഊർജം. ഇതൊരു സാധാരണ യാത്രയല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊരു തപസ്സാണ്. ഋഷിമാർ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്ന പോലെ ഒരു ശാസ്ത്രജ്ഞൻ ആമസോണിൽ ചെയ്ത തപസ്. ആ തപസ്സിന്റെ കഥ ഇനിയും ബാക്കിയുണ്ട്. അടുത്ത ഘട്ടത്തിൽ ബെയ്റ്റ്സ് കാണാൻ പോകുന്നത് പ്രകൃതിയുടെ ഒരു വലിയ മായാജാലമാണ്. ആമസോൺ നദിക്ക് ഇനിയും ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഈഗ എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കവലയോളം പോലും വരില്ല. ആമസോൺ നദിയുടെ ഒരു കൈവഴിയായ ടെഫെ നദിയുടെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമം. കുറച്ചു വെളുത്ത വർഗ്ഗക്കാർ, കുറച്ചു മിശ്രവിവാഹിതർ, പിന്നെ കുറെ തദ്ദേശീയരായ ഇന്ത്യക്കാർ. ഇതായിരുന്നു അവിടുത്തെ ജനസംഖ്യ. ബേവ്സ് അവിടെ എത്തുമ്പോൾ പുള്ളിയുടെ കോലമൊന്ന് കാണേണ്ടതായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന കോട്ടും സ്യൂട്ടുമൊക്കെ എന്നെ നശിച്ചുപോയി. ഇപ്പോൾ കീറിപ്പറിഞ്ഞ ട്രൗസറും നിറം മങ്ങിയ ഷർട്ടുമൊക്കെയാണ് വേഷം. പലപ്പോഴും ചെരുപ്പ് പോലും കാണില്ല. നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ പറമ്പിൽ പണിക്കു പോകുന്ന വേഷം പോലെ. പക്ഷേ ആ വേഷത്തിലും പുള്ളിയുടെ കണ്ണിലെ തിളക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈഗയിലെ ജീവിതം അതൊരു വല്ലാത്ത ലഹരിയായിരുന്നു. നമ്മുടെ നാട്ടിൽ രാവിലെ പത്രമിടുന്ന ചേട്ടൻ വരുന്നതുപോലെ കൃത്യസമയത്തൊന്നും അവിടെ കാര്യങ്ങൾ നടക്കില്ല. അവിടെ സമയത്തിന് പ്രസക്തിയില്ല. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അത്ര തന്നെ. ബെയ്റ്റ്സിന്റെ വീടെന്ന് പറയുന്നത് മണ്ണും മുളയും കൊണ്ടുണ്ടാക്കിയ ഒരു കൂരയാണ്. അതിനുള്ളിൽ ഒരു ഹമ്മൂക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. അതിലാണ് കിടപ്പ്. രാവിലെ എഴുന്നേറ്റാൽ കപ്പ പുഴുങ്ങിയതും മീൻ കറി വെച്ചതും കഴിക്കും. പിന്നെ പണിയിലേക്ക്. ഇവിടെ വെച്ചാണ് ബെയ്റ്റ്സ് പ്രകൃതിയുടെ ഒരു ഭീകര മുഖം കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? പഞ്ചസാര പാത്രത്തിൽ കയറുന്ന ഉറുമ്പ്, അല്ലെങ്കിൽ കാലിൽ കടിക്കുന്ന ചോനാനുറുമ്പ്. ഇതൊക്കെ വെറും നിസാരം. ആമസോണിൽ എസിറ്റോൺ എന്നു പേരുള്ള ഒരിനം ഉറുമ്പുകളുണ്ട്. ആർമി ആൻസ് എന്നാണ് സായിപ്പന്മാർ ഇതിനെ വിളിക്കുന്നത്. ഇവറ്റകൾ വരുമ്പോഴുണ്ടല്ലോ, ഹോ, അതൊരു യുദ്ധമാണ്. ഒരു ദിവസം ബെയ്റ്റ്സ് കാട്ടിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്നൊരു ഇരമ്പൽ കേട്ടു. കാറ്റ് വീശുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ മരച്ചില്ലകളിലെ ഇലകൾ അനങ്ങുന്നില്ല. ശബ്ദം അടുത്തടുത്ത് വന്നു. ഉണങ്ങിയ ഇലകൾ ഞെരിയുന്ന ശബ്ദം. നോക്കുമ്പോൾ തറയിലൂടെ കറുത്ത നിറത്തിൽ ഒരു പുഴയൊഴുകി വരുന്നു. ലക്ഷക്കണക്കിന്, അല്ല കോടിക്കണക്കിന് ഉറുമ്പുകൾ. അവയ്ക്ക് സ്ഥിരമായ കൂടില്ല. അവ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇവറ്റകൾ വരുന്ന വഴിയിൽ എന്തു പെട്ടാലും തീർന്നു. പുഴുക്കൾ, പല്ലികൾ, പാമ്പുകൾ, എന്തിനേറെ പറയുന്നു, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വലിയ മൃഗങ്ങൾ വരെ ഇവയുടെ മുന്നിൽപ്പെട്ടാൽ അസ്ഥികൂടം മാത്രമാകും. ബെയ്റ്റ്സ് കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. ഈ ഉറുമ്പുപട വരുമ്പോൾ കാട് മുഴുവൻ വിറയ്ക്കും. പാറ്റകളും വണ്ടുകളും ചിലന്തികളുമൊക്കെ പ്രാണനും കൊണ്ട് ഓടുകയാണ്. അവയുടെ പുറകെ ഉറുമ്പുകളും. ഇതിൻ്റെ കൂടെ കുറേ പക്ഷികളും കാണും. ആൻഡ് ബേർഡ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഉറുമ്പുകളെ തിന്നാനല്ല ഇവ വരുന്നത്. ഉറുമ്പുകളെ പേടിച്ച് പുറത്തേക്ക് ചാടുന്ന പ്രാണികളെ പിടിക്കാനാണ്. നമ്മുടെ നാട്ടിൽ വയലുഴുമ്പോ
കൊക്കുകൾ പുറകെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു സംഭവം. പക്ഷേ ഇവിടെ അന്തരീക്ഷം കുറച്ച് സീരിയസ് ആണ്. മരണഭയം അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ടാകും. ബെയ്റ്റ്സ് ഇതൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കും. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ പുള്ളിയുടെ കാര്യവും പോക്കാണെന്നറിയാം. ഈ ഉറുമ്പ് പുരാണം മാത്രമല്ല, ആമസോണിലെ മറ്റൊരു വലിയ സംഭവവും ബെയ്റ്റ്സ് ഈഗായിൽ വെച്ച് കണ്ടു. ആമപിടുത്തം. നമ്മുടെ നാട്ടിൽ ഉത്സവകാലം വരുമ്പോഴുണ്ടാകുന്നൊരു മേളമില്ലേ? അതുപോലെയാണ് അവിടെ ആമകളുടെ സീസൺ. നദിയിലെ വെള്ളം കുറയുന്ന സമയം. മണൽത്തിട്ടകൾ തെളിഞ്ഞു വരും. ആ സമയത്ത് ലക്ഷക്കണക്കിന് ആമകൾ മുട്ടയിടാൻ കരയിലേക്ക് കയറും. ഗ്രാമത്തിലുള്ള എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും, വള്ളങ്ങളിൽ കയറി മണൽത്തിട്ടുകളിലേക്ക് പോകും. ബെയ്റ്റ്സും അവരുടെ കൂടെ കൂടി. രാത്രിയിൽ പന്തം കത്തിച്ചാണ് പരിപാടി. അവർ ആമകളെ പിടിച്ച് വള്ളത്തിൽ നിറയ്ക്കും. മുട്ടകൾ ശേഖരിച്ച് എണ്ണയുണ്ടാക്കും. മാൻറ്റീഗ എന്നാണ് ഈ എണ്ണയ്ക്ക് പേര്. ആമസോണിലെ വെളിച്ചെണ്ണയാണിത്. പാചകത്തിനും വിളക്ക് കത്തിക്കാനുമെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. ആ മണൽത്തിട്ടയിൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ പാട്ടും ബഹളവുമായി നടക്കുന്ന ആ ഉത്സവം ബെയ്റ്റ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. ഏകാന്തതയിൽ നിന്ന് ചെറിയൊരു മോചനം. ആളുകളുമായി ഇടപഴകാനും അവരുടെ പാട്ടുകൾ കേൾക്കാനും അവരുടെ കൂടെ നൃത്തം ചെയ്യാനും പുള്ളിക്ക് അവസരം കിട്ടി. ആ സമയത്ത് പുള്ളി ഒരു സായിപ്പാണെന്ന കാര്യം പോലും മറന്നുപോകും. അവരിൽ ഒരാളായി, ആ കാടിൻ്റെ മക്കളിൽ ഒരാളായി പുള്ളി മാറി. പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയ ഏകാന്തത തിരിച്ചുവരും. വീണ്ടും കാട്, വീണ്ടും വണ്ടുകൾ. ബെയ്റ്റ്സിന്റെ കളക്ഷൻ കൂടിക്കൂടി വന്നു. ഒന്ന് ആലോചിച്ചു നോക്കണേ, ഈഗ എന്ന ചെറിയ ഗ്രാമത്തിനു ചുറ്റും നടന്നു മാത്രം ബെയ്റ്റ്സ് എത്ര തരം പൂമ്പാറ്റകളെ കണ്ടെത്തിയെന്നറിയാമോ? 500-ലധികം. യൂറോപ്പ് വൻകരയിൽ മൊത്തം നോക്കിയാൽ പോലും അത്രയും ഇനം പൂമ്പാറ്റകളെ കാണില്ല. അതാണ് ആമസോണിന്റെ സമ്പത്ത്. നമ്മുടെ നാട്ടിൽ പലതരം പൂമ്പാറ്റകളുണ്ട്. എന്നാലും 500 ഇനം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഇവിടെയാണ് ബെയ്റ്റ്സിന്റെ തലയിൽ ഒരു വലിയ ചോദ്യമുദിക്കുന്നത്. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ദൈവം ഓരോ ജീവിയെയും പ്രത്യേകമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം അന്ന് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ബെയ്റ്റ്സ് നോക്കുമ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകൾ തന്നെ പല സ്ഥലത്തും പല കോലത്തിലാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വടക്കോട്ട് പോകുമ്പോൾ മലയാളം പറയുന്ന ശൈലി മാറുന്നില്ലേ? കോട്ടയത്തെ മലയാളമല്ല കണ്ണൂർക്കാർക്ക്, പക്ഷേ ഭാഷ ഒന്നാണ്. അതുപോലെ ഒരേ പൂമ്പാറ്റ തന്നെ ഒരിടത്ത് കടും നിറമാണെങ്കിൽ കുറച്ചപ്പുറത്ത് മങ്ങിയ നിറമായിരിക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ദൈവം എന്തിനാണ് ഒരേ സാധനത്തിന് ഇത്രയും വകഭേദങ്ങൾ ഉണ്ടാക്കിയത്? ഈ ചോദ്യം ബെയ്റ്റ്സിനെ വല്ലാതെ അലട്ടി. വെറുതെ കുപ്പിയിലാക്കി വെക്കുന്നതിന് പകരം അതിന്റെ കാരണം അന്വേഷിക്കാൻ പുള്ളി തുടങ്ങി. പകലത്തെ ചൂട് ഉച്ചയാകുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ആമസോണിലെ ഉച്ചസമയം അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. കാട് പെട്ടെന്ന് നിശബ്ദമാകും. പക്ഷികൾ ചിലയ്ക്കുന്നത് നിർത്തും. മൃഗങ്ങൾ തണലിലേക്ക് മാറും. ആ സമയത്ത് കേൾക്കുന്നത് കാറ്റിന്റെ മന്ത്രവാദം പോലത്തെ ശബ്ദം മാത്രം. മരങ്ങളുടെ മുകളിൽ നിന്ന് ഇലകൾ കൊഴിയുന്ന ശബ്ദം. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉച്ചയ്ക്ക് കയറിയാൽ കിട്ടുന്ന ഒരു ശാന്തതയില്ലേ, അതുപോലെ. പക്ഷേ ഇതിൽ ചെറിയൊരു പേടിയും കൂടി കലർന്നിട്ടുണ്ടാകും. ബെയ്റ്റ്സ് ഈ സമയത്ത് വിയർപ്പിൽ കുടിച്ച് തന്റെ ഭൂതകണ്ണാടിയും വെച്ച് ഇലകൾക്കിടയിൽ പരതുകയായിരിക്കും. ചില ദിവസങ്ങളിൽ പുള്ളിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. വർഷങ്ങൾ കടന്നുപോകുന്നു. യൗവനം കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ഇംഗ്ലണ്ടിലുള്ള കൂട്ടുകാർ കല്യാണം കഴിച്ചു കാണും, കുട്ടികളായിട്ടുണ്ടാകും, നല്ല ജോലിയിൽ കയറി കാണും. താനിവിടെ കാട്ടുമൃഗങ്ങളുടെയും കാട്ടുവാസികളുടെയും ഇടയിൽ കീറിയ ഉടുപ്പുമിട്ട് വണ്ടിനെ പിടിച്ചു നടക്കുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇതിന് വല്ല അർത്ഥവുമുണ്ടോ എന്ന ചിന്ത പുള്ളിയെ വേട്ടയാടും. പലപ്പോഴും നാട്ടിലേക്ക് കത്തെഴുതുമ്പോൾ കൈ വിറയ്ക്കും, മഷി പടരും. പക്ഷേ അടുത്ത ദിവസം രാവിലെ ജനലിലൂടെ ഒരു പുതിയ തരം പൂമ്പാറ്റ പറന്നുവരും. അതിന്റെ ചിറകിലെ വർണ്ണങ്ങൾ കാണുമ്പോൾ എല്ലാ സങ്കടവും പുള്ളി മറക്കും. ഇല്ല, ഞാൻ പോകില്ല, ഇവിടെ ഇനിയും കാണാൻ ബാക്കിയുണ്ട് എന്ന് മനസ്സ് പറയും. അങ്ങനെ ഇരിക്കെയാണ് ബെയ്റ്റ്സ് ഹെലിക്കോണിയ എന്ന പൂമ്പാറ്റകളെ ശ്രദ്ധിക്കുന്നത്. ഇവറ്റകൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പറക്കുന്നത്. നമ്മുടെ നാട്ടിലെ അപ്പൂപ്പന്താടി കാറ്റിൽ പറക്കുന്ന പോലെ. സാധാരണ പൂമ്പാറ്റകൾക്ക് ശത്രുക്കളുണ്ട്. പക്ഷികൾ, ഓന്തുകൾ, തൊണ്ടികൾ. അതുകൊണ്ട് അവറ്റകൾ വേഗത്തിൽ പറക്കും, അല്ലെങ്കിൽ ഒഴിച്ചിരിക്കും. പക്ഷേ ഈ ഹെലിക്കോണിയകൾക്ക് ഒരു കൂസലുമില്ല. പരസ്യമായി, പതുക്കെ, ധൈര്യമുണ്ടെങ്കിൽ വന്ന് പിടിക്ക് എന്ന മട്ടിലാണ് പറക്കുന്നത്. ബെയ്റ്റ്സ് നോക്കുമ്പോൾ പക്ഷികളൊന്നും ഇതിനെ തിന്നുന്നില്ല. കൗതുകം തോന്നി ബെയ്റ്റ്സ് അതിലൊരെണ്ണത്തിനെ പിടിച്ചു നോക്കി. അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അതിന് വല്ലാത്തൊരു നാറ്റമാണ്, ചീത്ത മണം. ശരീരത്തിൽ വിഷവുമുണ്ട്. പക്ഷികൾക്കറിയാം ഇതിനെ തിന്നാൽ പണി കിട്ടുമെന്ന്. അതുകൊണ്ട് അവറ്റകൾ ഇതിന്റെ 7 അയലത്ത് വരില്ല.
ആ കടും നിറം, മഞ്ഞയും കറുപ്പും ചുവപ്പും കലർന്ന വരകൾ ശരിക്കും ഒരു ബോർഡാണ്. ഡേഞ്ചർ എന്നെഴുതി വെച്ച ബോർഡ്. ഇതൊരു വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല. വിഷമുള്ള ജീവികളെ ആരും തൊടില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ബെയ്റ്റ്സിന്റെ കണ്ണുടക്കിയത് വേറൊരു കാര്യത്തിലാണ്. ഈ വിഷമുള്ള പൂമ്പാറ്റകളുടെ കൂട്ടത്തിൽ അവയുടെ കൂടെ തന്നെ വേറൊരു തരം പൂമ്പാറ്റകൾ പറക്കുന്നു. കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കും. ചിറകിലെ വരകളും നിറവും എല്ലാം സെയിം. പക്ഷെ ബെയ്റ്റ്സ് അതിനെ പിടിച്ചു പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇതാ പഴയ വിഷമുള്ള പൂമ്പാറ്റയല്ല, ഇത് വേറൊരു ജാതിയാണ്. പിയറിഡേ ഫാമിലി. ഇതിന് വിഷമില്ല, നല്ല രുചിയുള്ള ശരീരമാണ്. പിന്നെന്തിനാണിതിൽ ആ വിഷമുള്ളവന്റെ വേഷം കെട്ടി നടക്കുന്നത്? ഇവിടെയാണ് ബെയ്റ്റ്സിന്റെ തലയിൽ ആ വെള്ളിടി വെട്ടിയത്. നമ്മുടെ നാട്ടിൽ പോലീസുകാരന്റെ വേഷം കെട്ടി കള്ളം നടന്നാൽ എന്ത് സംഭവിക്കും? ആരും പിടിക്കില്ല, എല്ലാവരും സല്യൂട്ടടിക്കും. ഇതേ തന്ത്രം. പ്രകൃതിയിലെ ഏറ്റവും വലിയ ആൾമാറാട്ടം. വിഷമില്ലാത്ത പാവം പൂമ്പാറ്റകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിഷമുള്ള പൂമ്പാറ്റകളുടെ വേഷം അല്ലെങ്കിൽ പാറ്റേൺ കോപ്പിയടിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു തോന്നലല്ല, ഇതിന് പിന്നിലൊരു ശാസ്ത്രമുണ്ട്. പരിണാമത്തിന്റെ ഒരു വലിയ രഹസ്യമുണ്ട്. പക്ഷേ ഇത് ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ തെളിവ് വേണം. ഒരെണ്ണത്തെ മാത്രം കണ്ടാൽ പോരാ, പലതിനെയും കാണണം. ബെയ്റ്റ്സ് ആവേശം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ക്ഷീണവും പനിയും വിശപ്പും എല്ലാം പുള്ളി മറന്നു. എനിക്ക് കിട്ടി എന്ന് മനസ്സിൽ പറഞ്ഞു കാണും. ആർക്കിമിഡീസ് കുളത്തിൽ നിന്ന് ചാടി യൂറേക്ക എന്ന് വിളിച്ച പോലെ ആമസോൺ കാടിന്റെ നടുവിൽ നിന്ന് ബെയ്റ്റ്സ് വിളിച്ചു കൂവേണ്ട നിമിഷമായിരുന്നു അത്. പക്ഷേ ആരോട് പറയാൻ? കേൾക്കാൻ മരങ്ങളും വള്ളികളും മാത്രം. അവന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ആരുമില്ലായിരുന്നു. ആ വലിയ സത്യം ഡയറിത്താളുകളിൽ മാത്രം ഒതുങ്ങി. പക്ഷേ ഈ കണ്ടെത്തൽ വെറുതെ ആയിരുന്നില്ല. വരും കാലങ്ങളിൽ ശാസ്ത്രലോകം മുഴുവൻ ബെയ്റ്റ്സിയൻ മിമിക്രി എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്ന തത്വത്തിന്റെ ആദ്യത്തെ സ്പാർക്കായിരുന്നു അത്. ഇപ്പോഴും ബെയ്റ്റ്സിനറിയില്ല താൻ എത്ര വലിയ കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന്. ഇനിയും എത്രയോ വർഷങ്ങൾ മുന്നിലുണ്ട്. കൂടുതൽ അത്ഭുതങ്ങൾ, കൂടുതൽ കഷ്ടപ്പാടുകൾ, മരണം തൊട്ടില്ലെന്ന് പറഞ്ഞ് കടന്നുപോകുന്ന നിമിഷങ്ങൾ. നമുക്ക് നോക്കാം എന്താണ് വിധിയെന്ന്. ഈ കണ്ടെത്തലിന്റെ ആവേശമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ആമസോൺ വീണ്ടും പഴയ പോലെ ആവും. ക്രൂരവും അതേസമയം മനോഹരവുമായ ഒരു തടവറ. നമ്മുടെ നാട്ടിൽ പനിക്കാലം വരുമ്പോൾ ആളുകൾ പേടിക്കാറില്ലേ? ഡെങ്കിപ്പനി, എലിപ്പനി എന്നൊക്കെ കേൾക്കുമ്പോഴേ ഉള്ളിലൊരു കാളലാണ്. എങ്കിൽ ആലോചിച്ചു നോക്കൂ, 1850കളിലെ ആമസോൺ. മരുന്നില്ല, ഡോക്ടറില്ല, ആകെയുള്ളത് കുറച്ച് നാട്ടുവൈദ്യങ്ങൾ മാത്രം. ക്യുനൈൻ എന്ന മരുന്നൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ഇരിക്കെയാണ് ആമസോണിൽ മഞ്ഞപ്പനി, യെല്ലോ ഫീവർ പടർന്നു പിടിക്കുന്നത്. കാറ്റിലൂടെയല്ല, കൊതുകിലൂടെയാണിത് വരുന്നതെന്ന് അന്ന് ആർക്കും അറിയില്ല. ആളുകൾ വിചാരിച്ചത് ചീത്ത വായു ശ്വസിക്കുന്നതുകൊണ്ടാണ് രോഗം വരുന്നതെന്നാണ്. ബെയ്റ്റ്സിന്റെ അയൽവാസികളൊക്കെ ഓരോരുത്തരായി വീണു തുടങ്ങി. ഇന്നലെ കണ്ടു ചിരിച്ചവർ ഇന്നില്ല. നമ്മുടെ നാട്ടിൽ കോവിഡ് വന്ന സമയത്തെ അവസ്ഥ ഓർമ്മയില്ലേ? ആരും പുറത്തിറങ്ങില്ല, വീടുകളിൽ നിന്ന് കരച്ചിൽ മാത്രം. അതുപോലൊരു മൂകത ആ ഈഗ ഗ്രാമത്തെ പൊതിഞ്ഞു. ബെയ്റ്റ്സിനും കിട്ടിപ്പണി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തലയ്ക്ക് വല്ലാത്ത ഭാരം, കണ്ണുകൾക്ക് പുറകിൽ കടുത്ത വേദന. അതൊരു സാധാരണ പനിയല്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. ശരീരം ചുട്ടുപൊള്ളുന്നു, വിറയൽ വരുന്നു. ആ ചെറിയ കുടിലിൽ ഹമ്മോക്കിൽ കിടന്ന പുള്ളി നരകിച്ചു. വെള്ളമെടുത്തു തരാൻ പോലും ആരുമില്ല. ഇടയ്ക്ക് ബോധം പോകും. ബോധം വരുമ്പോൾ കാണുന്നത് മങ്ങിയ വെളിച്ചം മാത്രം. മരണഭയം. അത് വല്ലാത്തൊരു സാധനമാണ്. അത് വരുമ്പോൾ നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്തിനായിരുന്നു ഇതൊക്കെ? ഈ വണ്ടുകൾക്കും പൂമ്പാറ്റകൾക്കും വേണ്ടി ജീവിതം കളഞ്ഞോ എന്ന ചോദ്യം. അമ്മയുടെ മുഖം, ഇംഗ്ലണ്ടിലെ വീട്, അതൊക്കെ മനസ്സിൽ തെളിഞ്ഞുവരും. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ലേ? പക്ഷേ ബെയ്റ്റ്സിന്റെ മനസ്സിന് അത്ഭുതകരമായ ഒരു കരുത്തുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പഴമക്കാർ പറയില്ലേ, മനസ്സ് നന്നായാൽ മരുന്നും ഫലിക്കുമെന്ന്. പുള്ളി ആ കിടപ്പിലും പുറത്തെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷികളുടെ പാട്ട്, കാറ്റിൽ മരങ്ങൾ ഉരസുന്ന ശബ്ദം. ഞാൻ മരിച്ചാലും ഈ കാടിവിടെ ഉണ്ടാവും, ഈ ജീവികൾ ഇവിടെ ഉണ്ടാവും എന്ന ചിന്ത പുള്ളിക്ക് ഒരു സമാധാനം നൽകി. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പനി കുറഞ്ഞു തുടങ്ങി. പക്ഷെ ശരീരം ആകെ തളർന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ല. കവിളൊക്കെ ഒട്ടി, കണ്ണുകൾ കുഴിയിലായി, കണ്ടാൽ ഒരു പ്രേതത്തെപ്പോലെ. എങ്കിലും പുള്ളി വീണ്ടും നടക്കാൻ തുടങ്ങി. ആദ്യം വീടിന്റെ മുറ്റത്ത്, പിന്നെ പതുക്കെ കാട്ടിലേക്ക്. ആദ്യത്തെ ദിവസം കാട്ടിൽ ചെന്നപ്പോ പുള്ളിക്ക് തോന്നി കാട് തന്നെ നോക്കി ചിരിക്കുകയാണെന്ന്.
മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവന് പ്രകൃതി കൂടുതൽ സുന്ദരിയായി തോന്നും. പൂക്കളുടെ നിറം കൂടുതൽ തെളിച്ചമുള്ളതായിട്ട് തോന്നും. ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുക. ഈ സമയത്താണ് ബെയ്റ്റ്സ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആമസോണിലെ മനുഷ്യർ. അതുവരെ പുള്ളി അവരെ നിരീക്ഷിക്കുക മാത്രമായിരുന്നു. ഇപ്പോൾ പുള്ളി അവരെ മനസ്സിലാക്കാൻ തുടങ്ങി. അവിടത്തെ ഗോത്രവർഗക്കാർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ അവർക്ക് കാടിനെ അറിയാം. നമ്മുടെ നാട്ടിലെ ആദിവാസികളെപ്പോലെ. അവർക്ക് കാട് വെറുമൊരു സ്ഥലമല്ല, അത് അവരുടെ അമ്മയാണ്. ഏത് ചെടിയാണ് മരുന്ന്, ഏത് പഴമാണ് വിഷം, ഏത് മൃഗമാണ് അപകടകാരി, ഇതൊക്കെ അവർക്ക് മനഃപ്പാഠമാണ്. ബെയ്റ്റ്സ് അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അവർക്കൊപ്പം വേട്ടയ്ക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. അവരുപയോഗിക്കുന്ന ബ്ലോ പൈപ്പ് എന്ന ആയുധം അതൊരത്ഭുതമാണ്. നീളമുള്ള ഒരു കുഴൽ, അതിലൂടെ വിഷം പുരട്ടിയ ചെറിയ അമ്പുകൾ ഊതിവിടും. നിശബ്ദമായ കൊലപാതകം. വെടിയൊച്ചയില്ല, ഇര അറിയുക പോലുമില്ല. മരത്തിന്റെ മുകളിലിരിക്കുന്ന കുരങ്ങനെ താഴെയിടാൻ ഇതിലും നല്ല ആയുധമില്ല. ബെയ്റ്റ്സ് ഇതൊക്കെ തന്റെ ഡയറിയിൽ കുറിച്ചുവെച്ചു. അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ കഥകൾ. അവർ പറയും, കാട്ടിലൊരു ആത്മാവുണ്ട്, കുരുപ്പിര എന്നാണ് അതിന്റെ പേര്. കാടിനെ നോവിക്കുന്നവരെ അത് വെറുതെ വിടില്ല. നമ്മുടെ നാട്ടിലെ ഒടിയൻ കഥകൾ പോലെ അവിടുത്തെ കാട്ടുകഥകൾ കേട്ട് ബെയ്റ്റ്സ് രാത്രികളിൽ വിറച്ചിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലെന്ന് പുള്ളിക്ക് തോന്നി. പ്രകൃതിയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന കഥകളാണവ. ഇതിനിടയിൽ ബെയ്റ്റ്സിനൊരു കത്ത് കിട്ടി. വാലസിന്റെ കത്ത്. വാലസ് അങ്ങ് വടക്ക് റിയോ നീഗ്രോയിലുണ്ടായിരുന്നു. അവനും കഷ്ടപ്പാടിലായിരുന്നു. പനിയും അസുഖങ്ങളും അവനെയും വിട്ടില്ല. പക്ഷെ അവൻ മറ്റൊരു കാര്യം എഴുതിയിരുന്നു: ഞാൻ തിരിച്ചു പോവുകയാണ്. 4 വർഷം കഴിഞ്ഞപ്പോൾ വാലസിനും അടുത്തു. അവൻ തിരികെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ബെയ്റ്റ്സിന് എന്തു തോന്നിയിട്ടുണ്ടാകും? ഒരേ ഒരു കൂട്ട്, അതും പോവുകയാണ്. ഇനി താൻ തികച്ചും ഒറ്റയ്ക്കാണ്. എനിക്കും പോയാലോ എന്ന് ബെയ്റ്റ്സ് ചിന്തിച്ചു കാണും. പക്ഷെ എന്തോ ഒന്ന് പുള്ളിയെ പിടിച്ചു നിർത്തി. പണി തീർന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. ആമസോൺ നദിയുടെ ഒഴുക്കുപോലെ ബെയ്റ്റ്സിന്റെ മനസ്സും മുന്നോട്ട് തന്നെ പോയി. വാലസ് പോയി. പക്ഷെ വിധിയുടെ ക്രൂരത നോക്കണേ. വാലസ് തിരിച്ചു പോകുന്ന കപ്പലിൽ തീപിടിച്ചു. കടലിന്റെ നടുവിൽ വെച്ച് കപ്പൽ കത്തിനശിച്ചു. വാലസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ അവൻ 4 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കളക്ഷൻ മുഴുവൻ, ആയിരക്കണക്കിന് അപൂർവമായ പ്രാണികൾ, പക്ഷികൾ, കുറിപ്പുകൾ എല്ലാം കടലിൽ മുങ്ങിപ്പോയി. ആലോചിക്കാൻ പറ്റുമോ ആ അവസ്ഥ? 4 വർഷത്തെ അധ്വാനം വെറും ചാരമായി മാറി. ബെയ്റ്റ്സ് ഈ വിവരമറിഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണ്. അത് പുള്ളിക്ക് വലിയൊരു ഷോക്കായിരുന്നു. തൻ്റെ കളക്ഷനും ഇങ്ങനെ സംഭവിക്കുമോ? താൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാകുമോ? ആ പേടി പുള്ളിയെ വല്ലാതെ ബാധിച്ചു. ഇനി മുതൽ ഓരോ ബാച്ച് സാധനങ്ങൾ അയക്കുമ്പോഴും പുള്ളി പ്രാർത്ഥിക്കും, ദൈവമേ, ഇത് ലണ്ടനിലെത്തണേ. അതുകൊണ്ട് പുള്ളി കൂടുതൽ ശ്രദ്ധാലുവായി. കുറിപ്പുകൾ കോപ്പി എടുത്തു വയ്ക്കാൻ തുടങ്ങി. അന്ന് ഫോട്ടോസ്റ്റാറ്റൊന്നുമില്ലല്ലോ, കൈകൊണ്ട് എഴുതിയെടുക്കണം. രാത്രികളിൽ ഉറക്കമിളച്ചിരുന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ പുള്ളി എഴുതിക്കൊണ്ടേയിരുന്നു. ചിലപ്പോൾ തോന്നും ബെയ്റ്റ്സ് എഴുതുന്നത് മഷി കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ടാണെന്ന്. അത്രയ്ക്ക് ആത്മാർത്ഥതയായിരുന്നു അതിൽ. വർഷങ്ങൾ 7 ആയി 8 ആയി. ബെയ്റ്റ്സ് ഇപ്പോൾ കാടിന്റെ ഒരു ഭാഗം തന്നെയാണ്. പുള്ളിയുടെ തൊലിപ്പുറം വേലുകൊണ്ട് കരുവാളിച്ചു. താടിയും മുടിയും നീണ്ടു. കാട്ടിലൂടെ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ പുള്ളി പഠിച്ചു. ഏത് ചെറിയ അനക്കവും പുള്ളിയുടെ ശ്രദ്ധയിൽപ്പെടും. ഒരു ഉണങ്ങിയ ഇല വീഴുന്ന ശബ്ദം പോലും പുള്ളിക്ക് തിരിച്ചറിയാം. ഇതൊരു പല്ലിയാണ്, അല്ലെങ്കിൽ ഇതൊരു പാമ്പാണ് എന്ന്. ഈ കഴിവ് പുള്ളിക്ക് വെറുതെ കിട്ടിയതല്ല, വർഷങ്ങളുടെ തപസ്യ കൊണ്ട് കിട്ടിയതാണ്. ഒരു ദിവസം ബെയ്റ്റ്സ് ഒരു പുതിയ തരം വണ്ടിനെ കണ്ടെത്തി. മാൻഡിസ് വർഗത്തിൽപ്പെട്ട ഒന്ന്. അതിനെ കണ്ടാൽ ഉണങ്ങിയ വടിപോലെയിരിക്കും. അനങ്ങാതെ ഇരുന്നാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബെയ്റ്റ്സ് അതിനെ തൊട്ടപ്പോൾ അത് അനങ്ങിയില്ല, മരിച്ചതുപോലെ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞ് പതുക്കെ തല ഉയർത്തി നോക്കി. ബെയ്റ്റ്സിന് ചിരി വന്നു. കള്ള, നീ എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? പ്രകൃതിയിലെ ഓരോ ജീവിയും അതിജീവിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ. മനുഷ്യന്റെ ജീവിതവും ഇതുപോലെയല്ലേ? പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്നവർ, ശക്തനാണെന്ന് കാണിക്കാൻ അഭിനയിക്കുന്നവർ. ബെയ്റ്റ്സ് ആ വണ്ടിനെ വെറുതെ വിട്ടു. നീ പോയിക്കോ, നിന്റെ തന്ത്രം ജയിക്കട്ടെ. ആ ഏകാന്തതയിൽ ബെയ്റ്റ്സ് ഒരു ഫിലോസഫറായി മാറുകയായിരുന്നു. ശാസ്ത്രജ്ഞൻ മാത്രമല്ല, ഒരു തത്വചിന്തകനും. പുള്ളി പ്രകൃതിയെ ആരാധിക്കാൻ തുടങ്ങി. പള്ളിയും അമ്പലവുമല്ല, ഈ കാടാണ് ദൈവം എന്ന് പുള്ളി തിരിച്ചറിഞ്ഞു. ഓരോ മരത്തിലും, ഓരോ പുഴയിലും, ഓരോ കാട്ടിലും ദൈവമുണ്ട്. ആ തിരിച്ചറിവ് പുള്ളിക്ക് നൽകിയ സമാധാനം ചെറുതല്ല.
നാട്ടിലെ ക്ലോക്കിന്റെ ടിക് ടിക് എന്ന ശബ്ദമല്ല യഥാർത്ഥ സമയം, പ്രകൃതിയുടെ താളമാണ് എന്ന് പുള്ളി മനസ്സിലാക്കി. പക്ഷേ ശരീരം അത് മെല്ലെ മെല്ലെ പണിമുടക്കാൻ തുടങ്ങുകയായിരുന്നു. വയറുവേദന, ദഹനക്കുറവ്, വിട്ടുമാറാത്ത ക്ഷീണം. ആമസോൺ പുള്ളിയുടെ യൗവനം ഊറ്റി കുടിച്ചു കഴിഞ്ഞിരുന്നു. ഇനി തിരിച്ചു കൊടുക്കാൻ പുള്ളിയുടെ കയ്യിൽ അധികമൊന്നുമില്ല. അവസാനത്തെ അധ്യായങ്ങളിലേക്ക് കടക്കുകയാണെന്ന് പുള്ളിക്ക് തോന്നിത്തുടങ്ങി. പക്ഷേ കളി ഇനിയും തീർന്നിട്ടില്ല. ഏറ്റവും വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. തിരിച്ചുപോക്ക് അത്ര എളുപ്പമല്ല. വർഷങ്ങളങ്ങനെ 9ഉം 10ഉം കഴിഞ്ഞു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 വർഷമെന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവാണോ? ഒരു മനുഷ്യന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല സമയമാണ് ഈ കാട്ടിൽ ഹോമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 10 വർഷം കൊണ്ട് ഒരു റബ്ബർ മരം വെക്കാറായി നിൽക്കും. അത്രയും സമയം ബെയ്റ്റ്സ് ഈ കാട്ടിൽ ഒരേ ദിനചര്യയുമായി ജീവിച്ചു. പക്ഷേ മനസ്സെത്രത്തോളം ശക്തമാണെങ്കിലും ശരീരം ഒരു യന്ത്രമാണല്ലോ, അതിനുമൊരു പരിധിയുണ്ട്. ബെയ്റ്റ്സിന്റെ ശരീരം മെല്ലെ മെല്ലെ പണിമുടക്കാൻ തുടങ്ങി. ആമസോണിലെ ഭക്ഷണം, അതാണ് ഏറ്റവും വലിയ വില്ലൻ. നമ്മുടെ നാട്ടിലെ പോലെ ചോറും സാമ്പാറും അവിയലും ഒന്നുമല്ലല്ലോ അവിടെ. കിട്ടുന്നത് കഴിക്കുക. പലപ്പോഴും ഉണങ്ങിയ മീനും ആമയിറച്ചിയും കുരങ്ങൻ കറിയും ഒക്കെയാണ് ശരണം. അവിടുത്തെ ഫരിങ്ഹിയ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കപ്പ ഉണക്കിപ്പൊടിച്ച മാവാണത്. മരപ്പൊടി തിന്നുന്ന പോലിരിക്കും. തൊണ്ടയിലിറങ്ങാൻ പാടാണ്. നമ്മുടെ നാട്ടിലെ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമയില്ലേ, അതൊക്കെ ബെയ്റ്റ്സ് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നല്ലൊരു ബ്രെഡും ബട്ടറും കഴിക്കാൻ കൊതിച്ച് പുള്ളി പല രാത്രികളിലും ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. ഈ പോഷകാഹാരക്കുറവ് പുള്ളിയുടെ ആരോഗ്യത്തെ കാർന്നു തിന്നാൻ തുടങ്ങി. എയ്ഗ്യു എന്ന് വിളിക്കുന്ന വിറയൽ പനി കൂടെ കൂടെ വരാൻ തുടങ്ങി. പനി വരുമ്പോൾ പുതച്ചു മൂടിക്കിടക്കും, ആരും കാണാനില്ല. ഈറൻ കാറ്റ് വീശുമ്പോൾ എല്ലുകൾക്കുള്ളിൽ വരെ തണുപ്പ് കയറും. നമ്മുടെ നാട്ടിലെ വാദപ്പനിയുടെയൊക്കെ ഒരു വകഭേദം. പക്ഷേ അവിടെ മരുന്നില്ല. ഇതിനിടയിൽ ബെയ്റ്റ്സിന്റെ രൂപം ആകെ മാറി. കണ്ണാടിയിൽ നോക്കിയാൽ സ്വന്തം മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കവിളൊട്ടി, കണ്ണുകൾ കുഴിയിൽ വീണു. വെയിലുകൊണ്ട് തൊലി കരിവാളിച്ചു. ഉടുപ്പുകൾ കീറിപ്പറിഞ്ഞിട്ട് വർഷങ്ങളായി. തുന്നിക്കൂട്ടിയിട്ടാണ് ഇടുന്നത്. ഷൂസൊക്കെ ദ്രവിച്ചുപോയി. പലപ്പോഴും നഗ്നപാതനായിട്ടാണ് നടത്തം. നാട്ടുകാർ പുള്ളിയെ കാണുമ്പോൾ ബഹുമാനത്തോടെ നോക്കും. കാരണം പുള്ളി ഇപ്പോൾ അവരിലൊരാളാണ്, ഒരു വെളുത്ത കാട്ടുവാസി. പക്ഷെ ബെയ്റ്റ്സിനുള്ളിൽ ഒരു അപകർഷതാബോധം തോന്നി തുടങ്ങി. ഞാനൊരു ഇംഗ്ലീഷ് മാന്യനല്ലേ, എന്റെ കോലം ഇങ്ങനെയായോ എന്ന ചിന്ത. പക്ഷെ ആ ചിന്തറൊക്കെ അല്പനേരത്തേക്ക് ഉണ്ടാവൂ. കാരണം കാട് പുള്ളിയെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയത്താണ് ബെയ്റ്റ്സ് പ്രകൃതിയുടെ മറ്റൊരു മുഖം കൂടി കാണുന്നത്. അതുവരെ ഭംഗിയുള്ള പൂമ്പാറ്റകളെയും വണ്ടുകളെയും മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷെ കാട് ക്രൂരമാണ്. അവിടെ ദയ എന്നൊരു വാക്കില്ല. തിന്നുക അല്ലെങ്കിൽ തിന്നപ്പെടുക, ഇതാണ് നിയമം. ബെയ്റ്റ്സ് കണ്ടൊരു കാഴ്ചയുണ്ട്. ലോകം മുഴുവൻ പിന്നീട് അത് ചർച്ച ചെയ്തു. ഒരു വലിയ ചിലന്തി, അവിക്കുലാരിയ എന്ന ഭീകരൻ. ശരീരം മുഴുവൻ രോമമാണ്. കൈപ്പത്തിയുടെ അത്രയും വലിപ്പം വരും. ഇതൊരു ചെറിയ കിളിയെ പിടിച്ചു തിന്നുന്നത് ബെയ്റ്റ്സ് നേരിട്ട് കണ്ടു. നമ്മുടെ നാട്ടിൽ എട്ടുകാലി എന്ന് പറഞ്ഞാൽ മൂലയ്ക്കിരിക്കുന്ന പാവൻ ജീവിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. കിളിയുടെ കഴുത്തിൽ കടിച്ച് രക്തം കുടിക്കുന്ന ആ ഭീകര ദൃശ്യം വിക്ടോറിയൻ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഇതൊരു ഷോക്കായിരുന്നു. ചിലമ്പി കിളിയെ തിന്നുകയോ എന്നവർ മൂക്കത്ത് വിരൽ വെച്ചു. പക്ഷെ ബെയ്റ്റ്സ് അത് രേഖപ്പെടുത്തി. പ്രകൃതിക്ക് സൗന്ദര്യം മാത്രമല്ല, ഭീകരതയുമുണ്ട് എന്ന് പുള്ളി പഠിച്ചു. അതുപോലെ പാമ്പുകൾ. അനാക്കോണ്ടയെപ്പറ്റി കേട്ടിട്ടില്ലേ? ബെയ്റ്റ്സ് അതിനെ നേരിട്ട് കണ്ടു. വള്ളത്തിൽ പോകുമ്പോൾ നദിക്കരയിൽ ചുരുണ്ടുകിടക്കുന്ന കൂറ്റൻ പാമ്പുകൾ. നമ്മുടെ നാട്ടിലെ പെരുമ്പാമ്പൊക്കെ ഇതിന്റെ മുന്നിൽ വെറും മണ്ണിര. ഒരിക്കൽ ബെയ്റ്റ്സിന്റെ ഒരു വേലക്കാരൻ പയ്യനെ പാമ്പ് പിടിക്കാൻ നോക്കി. തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതൊക്കെ കാണുമ്പോൾ ബെയ്റ്റ്സിന് പേടി തോന്നും. എപ്പോൾ വേണമെങ്കിലും എന്റെ ഊഴം വരാം. ഇംഗ്ലീഷ് വാക്കുകൾ പുള്ളിക്ക് മറന്നു തുടങ്ങി. പകരം പോർച്ചുഗീസും ആമസോണിലെ ഗോത്രഭാഷയായ ടുപ്പിയും നാവിൽ വഴങ്ങാൻ തുടങ്ങി. ചിന്തിക്കുന്നത് പോലും ആ ഭാഷയിലായി. സ്വപ്നങ്ങൾ പോലും കാടിന്റെ ഭാഷയിലായി. ഇംഗ്ലണ്ടിലെ ഓർമ്മകൾ മങ്ങിയ പഴയ ഫോട്ടോ പോലെയായി. അമ്മയുടെ മുഖം ഓർക്കാൻ ശ്രമിക്കുമ്പോൾ പകരം തെളിഞ്ഞു വരുന്നത് ആമസോൺ നദിയുടെ പരപ്പാണ്. ഇതൊരു വന്നാത്ത അവസ്ഥയാണ് കേട്ടോ. നമ്മളല്ലാതായി മാറുക, നമ്മുടെ വേരുകൾ അറ്റുപോവുക. നമ്മുടെ പ്രവാസികളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ സ്വന്തം നാട് അപരിചിതമായി തോന്നില്ലേ? ബെയ്റ്റ്സിനിപ്പോൾ സ്വന്തം നാട് ഇംഗ്ലണ്ടാണോ അതോ ആമസോണാണോ എന്ന് സംശയം തോന്നി തുടങ്ങി. രാത്രികളിൽ പുള്ളി ഡയറി എഴുതുമ്പോൾ ആ വരികളിൽ ഒരു വിഷാദം നിഴലിച്ചിരുന്നു. സൗദാദെ, പോർച്ചുഗീസിലെ ആ വാക്ക്
പുള്ളി കൂടെ കൂടെ ഉപയോഗിച്ചു. നഷ്ടബോധം കലർന്ന സ്നേഹം, ഒരേ സമയം സന്തോഷവും സങ്കടവും നൽകുന്ന ഓർമ്മകൾ. പുള്ളിക്ക് ആമസോണിനോട് പ്രണയമായിരുന്നു, പക്ഷേ അത് വേദനിപ്പിക്കുന്ന പ്രണയമായിരുന്നു. ഒരു കാമുകിയെപ്പോലെ ആമസോൺ അവനെ വശീകരിച്ചു, അതേസമയം അവനെ വേദനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ബെയ്റ്റ്സിന്റെ ശ്രദ്ധ കുരങ്ങന്മാരിലേക്ക് തിരിഞ്ഞു. അതുവരെ പ്രാണികളായിരുന്നു പ്രധാനം. പക്ഷേ കുരങ്ങന്മാരെ നിരീക്ഷിച്ചപ്പോൾ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി. ഇവർക്ക് നമ്മളുമായി വല്ലാത്ത സാമ്യമുണ്ട്. അവരുടെ കണ്ണുകളിലെ ഭാവം, കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മക്കുരങ്ങിന്റെ സ്നേഹം. ചിലപ്പോൾ തോന്നും അവർക്ക് മനുഷ്യരേക്കാൾ സ്നേഹമുണ്ടെന്ന്. ബെയ്റ്റ്സ് ഒരു കുരങ്ങനെ വളർത്തിയിരുന്നു. അതൊരു ചെറിയ സപ്പാജു കുരങ്ങനായിരുന്നു. ബെയ്റ്റ്സ് പണി ചെയ്യുമ്പോൾ അത് തോളിൽ വന്നിരിക്കും. ബെയ്റ്റ്സിന്റെ ഏകാന്തത മാറ്റാൻ ദൈവമയച്ച ഒരു കൂട്ടുകാരനായിരുന്നു അത്. അതിന്റെ കുസൃതികൾ കാണുമ്പോൾ പുള്ളിക്ക് ചിരി വരും. ആ ചിരി പുള്ളിക്ക് വലിയൊരു മരുന്നായിരുന്നു. നമ്മുടെ നാട്ടിൽ വീടുകളിൽ പട്ടിയെയും പൂച്ചയും വളർത്തുന്നത് വെറുതെ രസത്തിനല്ല. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. ആ മിണ്ടാപ്രാണിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. ബെയ്റ്റ്സിന്റെ സങ്കടങ്ങൾ ആ കുരങ്ങൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അവൻ കരയുമ്പോൾ അതവന്റെ കവിളിൽ തൊട്ടുനോക്കും. എന്നിട്ട് സാരമില്ലടാ, ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന പോലെ. പക്ഷേ വിധിയുടെ കളി തീരുന്നില്ലല്ലോ. ബെയ്റ്റ്സിന്റെ ആരോഗ്യം വീണ്ടും മോശമായി. ഇത്തവണ വയറ്റിൽ വല്ലാത്ത അസ്വസ്ഥത. ലിവർ കംപ്ലൈന്റ് ആണെന്നാണ് തോന്നുന്നത്. കൂടെയുള്ള ഛർദി, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ശരീരം വല്ലാതെ മെലിഞ്ഞു. നടക്കുമ്പോൾ കിതപ്പ് വരുന്നു. പുള്ളിക്ക് മനസ്സിലായി, ഇനി അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 11 വർഷം, ഒരു വ്യാഴവട്ടക്കാലം. ഇത്രയും കാലം പിടിച്ചു നിന്നത് തന്നെ വലിയ കാര്യം. ഇനിയും നിന്നാൽ താനീ മണ്ണിൽ വളമായി മാറും. മരണം തൊട്ടടുത്ത് വന്നു നിൽക്കുന്ന പോലെ. അന്നത്തെ കാലത്ത് അവിടെ കിടന്ന് മരിച്ചാൽ ഒരു കുരിശുപോലും ബാക്കിയുണ്ടാവില്ല. കാട് നമ്മളെ വിഴുങ്ങും. വീട്ടുകാർ വിവരം അറിയാൻ പോലും വർഷങ്ങളെടുക്കും. ആ ചിന്ത പുള്ളിയെ ഭയപ്പെടുത്തി. എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ എൻ്റെ വർക്ക്, എൻ്റെ ഈ വലിയ ശേഖരം, ഇത് ലോകം കാണാതെ പോകരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. സ്വന്തം ജീവനേക്കാൾ താൻ ചെയ്ത ജോലിയെ സ്നേഹിക്കുക. പുള്ളിക്ക് വേണ്ടിയിരുന്നില്ല, ശാസ്ത്രലോകത്തിനു വേണ്ടിയായിരുന്നു ആ ആഗ്രഹം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ബെയ്റ്റ്സ് ആ തീരുമാനമെടുത്തു. മടങ്ങാം. ആ തീരുമാനമെടുക്കാൻ പുള്ളി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. താൻ രാജാവായി വാണ സാമ്രാജ്യം വിട്ടുപോകുകയാണ്. ഓരോ മരത്തോടും ഓരോ പുഴയോടും യാത്ര പറയണം. നാട്ടുകാരോട് യാത്ര പറയണം. അവർക്കത് വലിയ സങ്കടമായിരുന്നു. സെന്യോർ പോകുകയാണോ എന്നവർ ചോദിച്ചു. അവരുടെ കണ്ണിലെ നനവ് ബെയ്റ്റ്സിനെ വേദനിപ്പിച്ചു. പക്ഷേ പോകാതെ പറ്റില്ല. ശരീരം തോറ്റുപോയിരിക്കുന്നു. മനസ്സിപ്പോഴും അവിടെ നിൽക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിലും. മടക്കി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പെട്ടികൾ ഓരോന്നായി പാക്ക് ചെയ്തു. ഓരോ പെട്ടിയിലും ആയിരക്കണക്കിന് ജീവനുകൾ. ഓരോന്നും ബെയ്റ്റ്സിന്റെ ചോരയും നീരുമാണ്. അവയെ പുന്നുപോലെ പൊതിഞ്ഞു. കപ്പല് വരാൻ കാത്തുനിൽക്കുന്ന ആ ദിവസങ്ങൾ. അതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ഓർമ്മകൾ തിരമാല പോലെ വന്നടിക്കുന്ന ദിവസങ്ങൾ. ആദ്യമായി ഇവിടെ വന്ന ദിവസം, വാലസിന്റെ കൂടെ നടന്ന വഴികൾ, ആദ്യമായി ആ നീല പൂമ്പാറ്റയെ കണ്ട നിമിഷം, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ഈഗയിലെ ആ ചെറിയ കുടിലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ബെയ്റ്റ്സിന്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. നമ്മുടെ നാട്ടിൽ വാടക വീടൊക്കെ മാറുന്ന പോലെ വെറുമൊരു വീടുമാറ്റമല്ലത്. 11 വർഷത്തെ ജീവിതം ഒരു പെട്ടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. മുറിയിലെ ഓരോ സാധനത്തിനും ഓരോ കഥ പറയാനുണ്ട്. ആ പഴയ റാന്തൽ വിളക്ക്, ദ്രവിച്ചു തുടങ്ങിയ വലകൾ, കുറിപ്പുകൾ എഴുതിയ മേശ, എല്ലാം അവിടെ ഉപേക്ഷിച്ചു പോകണം. നാട്ടുകാർ യാത്ര അയക്കാൻ വന്നു. അവർക്ക് ബെയ്റ്റ്സ് വെറുമൊരു സായിപ്പല്ല, അവരുടെ സ്വന്തം ആളാണ്. അവരുടെ അസുഖങ്ങൾക്ക് മരുന്നുകൊടുത്ത, അവരുടെ വിശേഷങ്ങൾ കേട്ട, അവരുടെ കൂടെ മീൻ പിടിക്കാൻ വന്ന ആൾ. ഒരു വയസ്സായ അമ്മൂമ്മ ബെയ്റ്റ്സിന്റെ കൈ പിടിച്ച് കരഞ്ഞു. സെന്യോർ, ഇനി എന്നാ കാണുക എന്ന ചോദ്യം. ബെയ്റ്റ്സിന് ഉത്തരമില്ലായിരുന്നു. ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് പുള്ളിക്ക് നന്നായി അറിയാം. നമ്മുടെ പ്രവാസികൾ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് അനുഭവിക്കുന്ന ആ സങ്കടമില്ലേ, അതിൻ്റെ 100 ഇരട്ടി വേദന. കാരണം ഇവിടെ തിരിച്ചുവരവ് എന്നൊന്ന് സ്വപ്നത്തിൽ പോലുമില്ല. അവസാനം കപ്പൽ വന്നു. പെട്ടികളെല്ലാം കയറ്റി. 14,712 സ്പെസിമെനുകൾ. ആലോചിക്കണം, 14,000-ത്തിലധികം ജീവികളുടെ ശേഖരം. അതിൽ 8,000-ഓളം എണ്ണം ശാസ്ത്രലോകം ഇന്ന് വരെ കാണാത്തവയാണ്. ഓരോ പെട്ടിയിലും ബെയ്റ്റ്സിന്റെ ആയുസിന്റെ ഏടുകളാണുള്ളത്. കപ്പൽ കരയിൽ നിന്ന് അകലുമ്പോൾ ബെയ്റ്റ്സ് ഡെക്കിൽ നിൽക്കുകയായിരുന്നു. ദൂരെ പച്ചപ്പിന്റെ മതിൽ പോലെ ആമസോൺ കാട്. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ നദി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു.
കണ്ണുനീർ കാരണം ബെയ്റ്റ്സിന് കാഴ്ച മങ്ങി. വിട എന്റെ പ്രിയപ്പെട്ട കാടേ എന്ന് പുള്ളി മന്ത്രിച്ചു കാണും. കപ്പൽ യാത്ര ഇത്തവണ പുള്ളിക്ക് ആകാംക്ഷയല്ല, മറിച്ച് തളർച്ചയാണ്. ശരീരം തീരെ വയ്യ. കടൽക്കാറ്റടിക്കുമ്പോൾ പുള്ളിക്ക് വിറയ്ക്കുന്നു. ആമസോണിലെ ചൂട് ശീലിച്ച ശരീരത്തിന് അറ്റ്ലാന്റിക്കിലെ തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല. ദിവസങ്ങളോളം പുള്ളി ക്യാബിനിൽ തന്നെ ഇരുന്നു. ഓർമ്മകൾ തിരയടിക്കുകയാണ്. കാടിന്റെ മണം, ചീവീടുകളുടെ ശബ്ദം, കുരങ്ങന്മാരുടെ കരച്ചിൽ, ഇതൊക്കെ ഇപ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ലണ്ടനിൽ ചെന്നാൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ചിലന്തി കിളിയെ തിന്നു എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കില്ലേ? പൂമ്പാറ്റകൾ വേഷം മാറി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കില്ലേ? ആ ഭയം ബെയ്റ്റ്സിനെ അലട്ടി. മാസങ്ങൾക്ക് ശേഷം കപ്പൽ ഇംഗ്ലണ്ടിലെത്തി. 1859 വേനൽക്കാലം. ലിവർപൂളിലോ ലണ്ടനിലോ കപ്പലിറങ്ങുമ്പോൾ ബെയ്റ്റ്സിന് എന്തു തോന്നിയിട്ടുണ്ടാകും? തിരക്ക്, കുതിരവണ്ടികളുടെ ശബ്ദം, ഫാക്ടറികളുടെ സൈറൺ, കൽക്കരിയുടെ പുക. ആളുകൾ ഉറുമ്പുകളെപ്പോലെ ഓടുന്നു. ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. ആമസോണിലെ ശാന്തതയും ഈ ബഹളവും തമ്മിലുള്ള അന്തരം പുള്ളിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടുകാർ പുള്ളിയെ കണ്ട് ഞെട്ടിപ്പോയി താണു. 23-ാം വയസ്സിൽ പോയ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനല്ല തിരിച്ചു വന്നത്. 34 വയസ്സായെങ്കിലും കണ്ടാൽ 50 വയസ്സ് തോന്നും. മുഖം കരുവാളിച്ച്, പല്ലുകൾ കേടുവന്ന് ക്ഷീണിച്ചൊരു മനുഷ്യൻ. പക്ഷേ പുള്ളിയുടെ കണ്ണുകളിൽ ആ പഴയ തിളക്കം അപ്പോഴുമുണ്ടായിരുന്നു. അറിവിന്റെ തിളക്കം. ബെയ്റ്റ്സിന്റെ വരവ് ശാസ്ത്രലോകത്ത് ചെറിയൊരു ചലനമുണ്ടാക്കി. പുള്ളി കൊണ്ടുവന്ന പെട്ടികൾ തുറന്നപ്പോൾ മ്യൂസിയം അധികൃതർ വാ പൊളിച്ചുപോയി. എന്തൊരു കളക്ഷനാണിത്! അതുവരെ ആരും കാണാത്ത വിചിത്രമായ വണ്ടുകൾ, വർണ്ണശഫളമായ പൂമ്പാറ്റകൾ. പക്ഷെ ബെയ്റ്റ്സിന് ഇതൊന്നും വലിയ സന്തോഷം നൽകിയില്ല. പുള്ളിയുടെ മനസ്സ് ലണ്ടനിലായിരുന്നില്ല. ശരീരം ഇവിടെയാണെങ്കിലും ആത്മാവ് ഇപ്പോഴും ആമസോണിലെ മരച്ചില്ലകളിൽ അലയുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഗൾഫിൽ നിന്ന് പണി നിർത്തി വന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ബെയ്റ്റ്സിനെ കാടില്ലാതെ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഇവിടെ വന്നിട്ട് വണ്ടുകളെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇംഗ്ലണ്ടിലെ പ്രകൃതി പുള്ളിക്ക് തീരെ ചെറുതായി തോന്നി. ഇതാണോ കാട്? ഇതൊക്കെ വെറും പൂന്തോട്ടമല്ലേ എന്ന് പുള്ളി പുച്ഛത്തോടെ ചിന്തിച്ചു കാണും. പക്ഷെ പുള്ളിക്കൊരു വലിയ ദൗത്യം ബാക്കിയുണ്ടായിരുന്നു. താൻ കണ്ട കാര്യങ്ങൾ എഴുതണം, ലോകത്തെ അറിയിക്കണം. അങ്ങനെ പുള്ളി എഴുതാൻ തുടങ്ങി. ദ നാച്ചുറലിസ്റ്റ് ഓൺ ദ റിവർ ആമസോൺസ്. ആമസോൺ നദിയിലെ പ്രകൃതി നിരീക്ഷകൻ. അതൊരു സാധാരണ പുസ്തകമായിരുന്നില്ല. വെറുമൊരു യാത്രാവിവരണമല്ല. അതിൽ ശാസ്ത്രമുണ്ട്, കവിതയുണ്ട്, തത്വചിന്തയുണ്ട്. ഓരോ വരിയിലും ആമസോണിന്റെ ഗന്ധമുണ്ട്. എഴുതുമ്പോൾ പുള്ളി വീണ്ടും ആമസോണിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഓർമ്മകളുടെ യാത്ര. ആ സമയത്താണ് ചാൾസ് ഡാർവിൻ എന്ന മഹാൻ ബെയ്റ്റ്സിന്റെ കണ്ടെത്തലുകൾ ശ്രദ്ധിക്കുന്നത്. ഡാർവിൻ അന്ന് വലിയ സംഭവമാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. എല്ലാവരും ഡാർവിനെ കുറ്റം പറയുന്ന സമയം. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കാലം. അപ്പോഴാണ് ബെയ്റ്റ്സിന്റെ മിമിക്രി തിയറി വരുന്നത്. വിഷമില്ലാത്ത പൂമ്പാറ്റ വിഷമുള്ളവന്റെ വേഷം കെട്ടുന്നത് എന്തിനാണ്? അത് അതിജീവിക്കാൻ വേണ്ടിയാണ്. പ്രകൃതി നിർദ്ധാരണം എന്ന ഡാർവിന്റെ സിദ്ധാന്തത്തിന് കിട്ടിയ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ഡാർവിൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇതാ, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. ഡാർവിൻ ബെയ്റ്റ്സിനെ വാനോളം പുകഴ്ത്തി. ഇത്രയും മനോഹരമായൊരു നിരീക്ഷണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഡാർവിൻ പറഞ്ഞു. ബെയ്റ്റ്സിന് അത് വലിയൊരു അംഗീകാരമായിരുന്നു. ഒരു സാധാരണ ഹോസിയറി ഗുമസ്തനായിരുന്ന താൻ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാൽ പ്രശംസിക്കപ്പെടുന്നു. പക്ഷേ ബെയ്റ്റ്സ് അഹങ്കരിച്ചില്ല. പുള്ളി വിനീതനായിരുന്നു. കാരണം പ്രകൃതിയുടെ മുന്നിൽ താൻ എത്ര ചെറുതാണെന്ന് പുള്ളിക്കറിയാം. ആമസോണിലെ കാറ്റും മഴയും പുള്ളിയെ പഠിപ്പിച്ചത് വിനയമാണ്. പക്ഷേ ലണ്ടനിലെ ജീവിതം സാമ്പത്തികമായി അത്ര മെച്ചമായിരുന്നില്ല. പ്രശസ്തി കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. ബെയ്റ്റ്സിന് വീണ്ടും ജോലി ചെയ്യേണ്ടി വന്നു. റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പുള്ളി ചേർന്നു. ഒരു ഓഫീസിൽ ഫയലുകൾക്കിടയിൽ വീണ്ടും ഒരു ഗുമസ്ത പണി. വിധിയുടെ വൈരുദ്ധ്യം നോക്കണേ. ലോകം മുഴുവൻ സഞ്ചരിച്ച കാട്ടിൽ രാജാവായിരുന്ന മനുഷ്യൻ അവസാനം ഒരു മുറിയിൽ ഫയല് നോക്കിയിരിക്കേണ്ടി വന്നു. പുള്ളി ആ ജോലി വെറുത്തില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സ് അവിടെ ആയിരുന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുള്ളി കണ്ടത് ലണ്ടനിലെ കെട്ടിടങ്ങളല്ല, ആമസോണിലെ ഒഴുകുന്ന നദിയും അതിനു മുകളിലൂടെ പറക്കുന്ന മോർഫോ പൂമ്പാറ്റകളെയുമാണ്. വിഷാദം പുള്ളിയെ വിട്ടുമാറിയില്ല. നാട്ടുകാർ ചോദിക്കും, നിനക്ക് ആമസോണിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടോ? ബെയ്റ്റ്സ് ചിരിക്കും. ഒരു വേദന നിറഞ്ഞ ചിരി. ആഗ്രഹമുണ്ട്,
പക്ഷേ ശരീരം സമ്മതിക്കില്ല. ആരോഗ്യം തീർത്തും നശിച്ചിരുന്നു. ആമസോൺ പുള്ളിയിൽ നിന്ന് എടുത്തത് തിരിച്ചു കിട്ടില്ലല്ലോ. എങ്കിലും പുള്ളി എഴുതിക്കൊണ്ടേയിരുന്നു. മറ്റുള്ളവരെ പഠിപ്പിച്ചു. പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി. ബെയ്റ്റ്സിന്റെ പുസ്തകം ഇറങ്ങിയപ്പോൾ അത് വലിയ ഹിറ്റായി. സാധാരണക്കാർ പോലും അത് വാങ്ങി വായിച്ചു. കാരണം അതൊരു കഥ പോലെ സുന്ദരമായിരുന്നു. ആമസോണിനെപ്പറ്റി അതുവരെയുണ്ടായിരുന്ന പേടിപ്പിക്കുന്ന കഥകൾക്ക് പകരം അതിൻ്റെ സൗന്ദര്യം ആളുകൾ അറിഞ്ഞു. ബെയ്റ്റ്സ് ആമസോണിൻ്റെ അംബാസഡറായി മാറി. പക്ഷെ പുള്ളിയുടെ ഉള്ളിലെ ആ ഏകാന്തത അത് ലണ്ടനിലെ തിരക്കിലും മാഞ്ഞില്ല. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അവസ്ഥ. പുള്ളി പലപ്പോഴും ആ പഴയ ഡയറി എടുത്തു നോക്കും. ഉണങ്ങിയ ഇലകളും പൂക്കളും അതിനുള്ളിൽ ഭദ്രമായി ഇരിപ്പുണ്ടാകും. അതൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ വിരലുകൾ അതിൽ തലോടും. നഷ്ടപ്പെട്ടുപോയ പ്രണയിനിയെ ഓർക്കുന്ന പോലെ. സൗദാദെ, വീണ്ടും ആ വാക്ക്. ഇനി നമുക്ക് ബെയ്റ്റ്സിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് പോകണം. ഒരു ഇതിഹാസത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? അത് ആരവങ്ങളില്ലാത്ത ശാന്തമായ ഒന്നായിരുന്നിരിക്കുമോ? അതോ ആമസോണിന്റെ വിളി കേട്ട് പുള്ളി മരിച്ചുവോ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബെയ്റ്റ്സിന്റെ ആ ലണ്ടൻ ജീവിതം ഒന്ന് സൂം ചെയ്തു നോക്കാം. കാട്ടിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു മനുഷ്യന്റെ അവസ്ഥ. റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമൊക്കെ തോന്നുന്നില്ലേ? ലണ്ടനിലെ വലിയൊരു സ്ഥാപന. ലോകത്തിന്റെ പല കോണുകളിലേക്കും പര്യവേഷണത്തിന് പോകുന്നവരെ സഹായിക്കുക, അവരുടെ കണക്കുകൾ നോക്കുക, മാപ്പുകൾ വരയ്ക്കുക, ഇതൊക്കെയാണ് പണി. ബെയ്റ്റ്സ് അവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി ചാർജ് എടുത്തു. നമ്മുടെ നാട്ടിൽ പണ്ട് പട്ടാളത്തിലോ ഗൾഫിലോ ഒക്കെ പോയി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വന്ന കാരണവന്മാർ അവസാനം നാട്ടിൽ ഏതെങ്കിലും ഒരു റേഷൻ കടയിലോ അല്ലെങ്കിൽ വായനശാലയിലോ ഒക്കെ കണക്കെഴുതിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്കതൊരു ജോലിയാണ്, വരുമാനമാണ്. പക്ഷേ അവരുടെ മനസ്സ് അവിടെ ഒന്നുമല്ല ഉണ്ടാവുക. ആ റേഷൻ കടയിലിരുന്ന് അവർ ചിലപ്പോൾ ഓർക്കുന്നത് മരുഭൂമിയിലെ ചൂടിനെ പറ്റിയോ യുദ്ധക്കളത്തിലെ വെടിയൊച്ചയെ പറ്റിയോ ഒക്കെയാവും. ബെയ്റ്റ്സിന്റെ അവസ്ഥയും ഏകദേശം ഇതുപോലെയായിരുന്നു. ആ ഓഫീസ് മുറി, ഫയലുകളും മാപ്പുകളും നിറഞ്ഞ പൊടിപിടിച്ച മുറി. അവിടെ ഇരുന്ന് പുള്ളി ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കുമൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന പുതിയ പര്യവേഷകരെ സഹായിച്ചു. അവർ ആവേശത്തോട് വന്ന് ബെയ്റ്റ്സിനോട് ചോദിക്കും, സാർ, കാട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? തോക്കേത് വേണം? ബെയ്റ്റ്സ് ചിരിച്ചുകൊണ്ട് അവർക്ക് ഉപദേശം കൊടുക്കും. അവരുടെ ആവേശം കാണുമ്പോൾ പുള്ളിയുടെ ഉള്ളിലൊരു കനൽ ആളിക്കത്തിയിട്ടുണ്ടാവും. എടാ മക്കളെ, നിങ്ങൾ ഈ കാണിക്കുന്ന ആവേശം ഞാൻ 11 വർഷം കൊണ്ട് തീർത്തതാ എന്ന് മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാകും. പുള്ളി ഒരു സിംഹമായിരുന്നു ആമസോണിൽ. ഇപ്പോൾ ലണ്ടനിലെ ഈ ഓഫീസിൽ പുള്ളി ഒരു കൂട്ടിലിട്ട സിംഹത്തെ പോലെയായി. ഭക്ഷണം കിട്ടും, സുരക്ഷിതമാണ്, പക്ഷേ വേട്ടയാടാൻ പറ്റില്ല. ജോലിക്കിടയിലും ബെയ്റ്റ്സ് തന്റെ മഹാകാവ്യം എഴുതുന്നുണ്ടായിരുന്നു. ചാൾസ് ഡാർവിൻ ഇടയ്ക്കിടെ കത്തെഴുതി ചോദിക്കും, ഹെൻറി, പുസ്തകമെന്തായി? അത് പെട്ടെന്ന് തീർക്ക്, ലോകമത് വായിക്കാൻ കാത്തിരിക്കുകയാണ്. ഡാർവിനെ പോലൊരാൾ അങ്ങനെ പറയുമ്പോൾ എഴുതാതിരിക്കാൻ പറ്റുമോ? പക്ഷെ എഴുത്ത് അത്ര എളുപ്പമായിരുന്നില്ല. 11 വർഷത്തെ അനുഭവങ്ങൾ അതെങ്ങനെ വാക്കുകളിൽ ഒതുക്കും? ഓരോ വരി എഴുതുമ്പോഴും ഓർമ്മകൾ സുനാമി പോലെ വരും. ചിലപ്പോൾ എഴുതിയിട്ട് തൃപ്തി വരാതെ പേപ്പർ വലിച്ചു കീറിക്കളയും. നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ പറയില്ലേ, പ്രസവവേദന പോലെയാണ് എഴുത്ത് എന്ന്. ബെയ്റ്റ്സ് അത് ശരിക്കും അനുഭവിച്ചു. ഒടുവിൽ 1863 ആ പുസ്തകം പുറത്തിറങ്ങി, ദ നാച്ചുറലിസ്റ്റ് ഓൺ ദ റിവർ ആമസോൺസ്. അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. ഇറങ്ങിയ പാടെ ചൂടപ്പം പോലെ വിറ്റുപോയി. അതുവരെ ആമസോണിനെപ്പറ്റി ഉണ്ടായിരുന്ന ധാരണകളെല്ലാം അത് മാറ്റിമറിച്ചു. അതിലെ ഭാഷ, അത് വെറും സയൻസ് അല്ലായിരുന്നു, ഒരു നോവൽ വായിക്കുന്ന സുഖം. ഒരു ഉച്ച സമയത്ത് കാടിന്റെ നിശബ്ദതയിൽ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ എന്ന് ബെയ്റ്റ്സ് എഴുതുമ്പോൾ വായനക്കാരനും ആ മരച്ചുവട്ടിലെട്ടും. ആ പുസ്തകം വായിച്ച് എത്രയോ ചെറുപ്പക്കാർ പിന്നീട് ബാഗും തൂക്കി കാടുകൾ തേടിപ്പോയി എന്നറിയാമോ? ബെയ്റ്റ്സ് അറിയാതെ തന്നെ പുള്ളി ഒരു തലമുറയ്ക്ക് മുഴുവൻ പ്രചോദനമായി മാറുകയായിരുന്നു. പക്ഷെ പ്രശസ്തി വരുമ്പോഴും ബെയ്റ്റ്സിന്റെ വ്യക്തിജീവിതം വലിയൊരു പോരാട്ടമായിരുന്നു. ലണ്ടനിലെ ജീവിതശൈലി പുള്ളിക്ക് പിടിക്കുന്നില്ലായിരുന്നു. ഇവിടുത്തെ ആളുകൾ, അവർക്ക് കാപട്യം കൂടുതലാണ്. ആമസോണിലെ ഗോത്രവർഗക്കാർക്ക് കള്ളത്തരമില്ല. അവർക്ക് വിശന്നാൽ വിശന്നു എന്ന് പറയും, ദേഷ്യം വന്നാൽ കാണിക്കും. പക്ഷെ ലണ്ടനിലെ സൊസൈറ്റി ലേഡീസും ജെന്റിൽമാന്മാരും അങ്ങനെയല്ല. മുഖത്ത് ചിരി, മനസ്സിൽ പക. ബെയ്റ്റ്സ് കണ്ടെത്തിയ മിമിക്രി കാട്ടിലെ പൂമ്പാറ്റകൾ മാത്രമല്ല, നാട്ടിലെ മനുഷ്യരും കാണിക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് തോന്നി. വിഷമുള്ള മനസ്സുമായി നടക്കുന്നവർ മാന്യന്മാരുടെ വേഷം കെട്ടി നടക്കുന്നു. ഈ ചിന്ത പുള്ളിയെ കൂടുതൽ അന്തർമുഖനാക്കി.
പിന്നെ ആ പഴയ വില്ലൻ ആരോഗ്യം. ആമസോൺ സമ്മാനിച്ച വയറുവേദന ഡിസ്പെപ്സിയ പുള്ളിയെ വിട്ടുമാറിയില്ല. നമ്മുടെ നാട്ടിൽ അൾസറൊക്കെ വന്ന് കഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടില്ലേ? എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല, സമയത്തിന് കഴിക്കണം, അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ. ബേറ്റ്സിന് പലപ്പോഴും ഓഫീസിലിരിക്കാൻ പോലും പറ്റാത്തത്ര വേദന വരും. മുഖം വിളറി വെളുക്കും. എന്നാലും പുള്ളി പണി നിർത്തത്തില്ല. വീട്ടിൽ വന്നാൽ പിന്നെ പുള്ളിയുടെ ലോകം വണ്ടുകളാണ്, ബീറ്റിൽസ്. ഓഫീസിലെ തിരക്കുകൾ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പുള്ളി തൻ്റെ സ്പെസിമെൻ പെട്ടികൾ തുറക്കും. അതൊരു ധ്യാനമാണ്. ഭൂതക്കണ്ണാടിയിലൂടെ ആ ചെറിയ വണ്ടുകളെ നോക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന സമാധാനം അത് വേറെ എവിടെയും കിട്ടില്ല. പുള്ളി ആ വണ്ടുകളെ തരംതിരിച്ചു, ക്ലാസിഫൈഡ്, പേരിട്ടു. ഓരോ വണ്ടിൻ്റെയും കാലുകൾ, മീശകൾ, ചിറകുകൾ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി. ഇതൊരു ക്ഷമയുടെ കളിയാണ്. നമ്മുടെ നാട്ടിലെ തട്ടാൻമാർ സ്വർണം പണിയുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധയില്ലേ, അതിലും സൂക്ഷ്മത വേണം. കൈയൊന്നു വിറച്ചാൽ മതി, അപൂർവമായൊരു സ്പെസിമെൻ നശിച്ചുപോകും. ബേറ്റ്സ് കല്യാണം കഴിച്ചിരുന്നു. സാറ ആൻഡ് മേസൺ എന്നായിരുന്നു ഭാര്യയുടെ പേര്. നല്ലൊരു കുടുംബജീവിതം, കുട്ടികളൊക്കെയായി. പക്ഷേ ഭാര്യയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും തന്റെ ഭർത്താവിന്റെ മനസ്സ് പൂർണ്ണമായും ഇവിടെയല്ല എന്ന്. അദ്ദേഹം കുട്ടികളോട് ആമസോണിലെ കഥകൾ പറയുമ്പോൾ ആ കണ്ണുകളിൽ വരുന്ന തിളക്കം അത് മറ്റൊന്നിനും വേണ്ടി വരുമ്പോൾ കാണാറില്ല. ഞായറാഴ്ചകളിൽ പുള്ളി ലണ്ടനിലെ പാർക്കുകളിൽ നടക്കാൻ പോകും. അവിടെയുള്ള ചെറിയ പൂമ്പാറ്റകളെ കാണുമ്പോൾ പുള്ളി നിൽക്കും. എന്നിട്ട് പറയും, ഇതിന്റെ ചിറകിന് ആമസോണിലെ പൂമ്പാറ്റകളുടെ അത്ര ഭംഗിയില്ല. അതൊരു പരാതിയല്ല, മറിച്ചൊരു ഗൃഹാതുരത്വമാണ്. നമ്മുടെ നാട്ടിലെ പ്രവാസികൾ ഗൾഫിലെ വലിയ മോളിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ചെറിയ ചായക്കടയിലെ ചായയുടെ രുചി ഇതിനില്ല എന്ന് പറയില്ലേ? അതേ ഫീല്. വർഷങ്ങൾ കടന്നുപോയി. ബീറ്റ്സിന്റെ തലമുടി നരച്ചു. പുള്ളി ഇപ്പോൾ ശാസ്ത്രലോകത്തെ ഒരു കാരണവനാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന മിസ്റ്റർ ബീറ്റ്സ്. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ താൻ ഇപ്പോഴും ആ 23-കാരനാണ്, വള്ളത്തിൽ കയറി ആമസോണിന്റെ ആഴങ്ങളിലേക്ക് തുഴയുന്ന ചെറുപ്പക്കാരൻ. പുള്ളിയുടെ സുഹൃത്ത് വാലസ് അപ്പോഴും പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. മലയ ദ്വീപസമൂഹത്തിലൊക്കെ പോയി വാലസ് വലിയ ആളായി. അവർ തമ്മിൽ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ സംസാരിക്കും. എടാ, ആ രാത്രി ഓർമ്മയുണ്ടോ? നമ്മൾ ആ പഴയ മില്ലിൽ കിടന്നത്? ആ പുഴയിലെ മുതലകളെ ഓർമ്മയുണ്ടോ? ആ സംസാരങ്ങൾ ബേറ്റ്സിന് വലിയ ആശ്വാസമായിരുന്നു. തന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ വാലസ് മാത്രമായിരുന്നു. 1890-കളായപ്പോഴേക്കും ബേറ്റ്സ് വല്ലാതെ ക്ഷീണിച്ചു. ഓഫീസിലെ പണിയും രാത്രിയിലെ വണ്ട് ഗവേഷണവും പുള്ളിയെ തളർത്തി. ഡോക്ടർമാർ പറഞ്ഞു, വിശ്രമം വേണം, കണ്ണിനും ശരീരത്തിനും റെസ്റ്റ് കൊടുക്കണം. പക്ഷെ ബേറ്റ്സ് കേട്ടില്ല. എനിക്കിനിയും തീർക്കാൻ പണികളുണ്ട്. ഈ വണ്ടുകളെ മുഴുവൻ വർഗീകരിച്ചു തീർക്കണം. അതൊരു വാശിയായിരുന്നു. മരണത്തിനു മുന്നിൽ തോർക്കാൻ മനസ്സില്ലാത്ത വാശി. നമ്മുടെ നാട്ടിലെ ചില വയസ്സായവർ പറയില്ലേ, മരിക്കുന്നതുവരെ എനിക്ക് നടക്കണം, കിടപ്പിലാകരുത് എന്ന്. ബേറ്റ്സും ആഗ്രഹിച്ചതാണ്. അവസാന ശ്വാസം വരെ തന്റെ പ്രിയപ്പെട്ട വണ്ടുകളുടെ കൂടെ ഇരിക്കണം. ഒരു ദിവസം പുള്ളി തന്റെ ഡയറിയിൽ എഴുതി, കാടെന്നെ വിളിക്കുന്നുണ്ട്. രാത്രിയിലെ കാറ്റിൽ ഞാൻ അതിന്റെ ശബ്ദം കേൾക്കുന്നു. ലണ്ടനിലെ മഞ്ഞും തണുപ്പും നിറഞ്ഞ രാത്രികളിൽ ആമസോണിലെ ചൂട് പുള്ളി സ്വപ്നം കണ്ടു. ആ പച്ചനിറമുള്ള നരകം, അതായിരുന്നു പുള്ളിയുടെ സ്വർഗം. ഇനി അധികം ദൂരമില്ല. യാത്ര അവസാനിക്കാറായി. ആമസോണിലെ ഏകാന്ത സഞ്ചാരി തന്റെ അവസാനത്തെ ഉറക്കത്തിലേക്ക് നീങ്ങുകയാണ്. ആ പെട്ടികൾക്കുള്ളിലെ 10,000-കണക്കിന് ജീവനുകൾ അവനെ യാത്രയാക്കാൻ കാത്തിരിക്കുന്നു. അങ്ങനെ 1892-ലെ മഞ്ഞുകാലം വന്നെത്തി. ലണ്ടനിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പാണ്. നമ്മുടെ നാട്ടിലെ ഡിസംബർ മാസത്തെ തണുപ്പൊക്കെ ഇതിന്റെ മുന്നിൽ വെറും നിസ്സാരം. ബേറ്റ്സിന്റെ ശരീരം ആകെ തളർന്നിരുന്നു. ആമസോണിലെ കൊടും ചൂടും ഈറൻ കാറ്റും പട്ടിണിയുമൊക്കെ ചേർന്ന് പുള്ളിയുടെ ശ്വാസകോശത്തെ എന്നെ ദുർബലമാക്കിയിരുന്നു. ഇപ്പോൾ ബ്രോങ്കൈറ്റിസ് എന്ന വില്ലൻ കൂടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. വിധിയുടെ ഒരു വിളയാട്ടം നോക്കണേ. കാട്ടിലെ കടുവയെയും പാമ്പിനെയും മുതലയെയും വിഷമുള്ള പ്രാണികളെയും അതിജീവിച്ച ആ മനുഷ്യൻ ഒടുവിൽ ലണ്ടനിലെ ഒരു സാധാരണ പനി വന്ന് കിടപ്പിലായി. നമ്മുടെ നാട്ടിൽ യുദ്ധത്തിൽ ജയിച്ചവൻ ഒടുവിൽ വീടിന്റെ പടിയിൽ തട്ടി വീണും മരിച്ചു എന്ന് പറയുന്ന പോലൊരവസ്ഥ. അവസാന ദിവസങ്ങളിൽ ബേറ്റ്സ് കിടപ്പിലായ മുറി, അവിടെ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. പുറത്ത് തെരുവിൽ കുതിരവണ്ടികൾ ഓടുന്ന ശബ്ദം. പക്ഷെ ബേറ്റ്സ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളിയുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ കിടന്നു. പക്ഷെ ആ മനസ്സുണർന്നിരിക്കുകയായിരുന്നു. ആ അടഞ്ഞ കണ്ണുകൾക്കുള്ളിൽ പുള്ളി എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? തീർച്ചയായും അത് ലണ്ടനിലെ മൂടൽമഞ്ഞായിരിക്കില്ല. പകരം ആമസോണിലെ തെളിഞ്ഞ ആകാശം.
സൂര്യപ്രകാശം ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി നിലത്ത് സ്വർണ്ണ നാണയങ്ങൾ പോലെ വീണുകിടക്കുന്ന കാഴ്ച. പുള്ളി കേൾക്കുന്നത് ആമസോൺ നദി ഒഴുകുന്ന ശബ്ദമാണ്. ആ വെള്ളത്തിന്റെ ഒഴുക്കിനൊരു താളമുണ്ട്. അമ്മയുടെ താരാട്ടുപാട്ടുപോലെ ശാന്തമായ താളം. പിന്നെ ആ പഴയ കൂട്ടുകാർ, ചീവീടുകൾ, തത്തകൾ, കുരങ്ങന്മാർ. അവർ ഓരോരുത്തരായി പുള്ളിയുടെ അരികിലേക്ക് വരുന്നതായി പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകാം. ഹെൻറി, വരൂ, ഞങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു വരൂ എന്നവർ വിളിക്കുന്നതുപോലെ. ഫെബ്രുവരി 16, 1892. അന്ന് ബേറ്റ്സ് തന്റെ അവസാന ശ്വാസം വലിച്ചു. 67 വയസ്സായിരുന്നു പ്രായം. ഒരു വലിയ ആരവങ്ങളുമില്ലാതെ വളരെ ശാന്തമായി പുള്ളി യാത്രയായി. നമ്മുടെ നാട്ടിലെ കാരണവന്മാർ മരിക്കുമ്പോൾ വിളക്കണയുന്നതുപോലെ എന്ന് പറയില്ലേ, അതുപോലെ. ആ നിമിഷം ഒരുപക്ഷെ ലണ്ടനിലെ ആ മുറിയിൽ ഒരു ചെറിയ പൂമ്പാറ്റ എവിടെ നിന്നെങ്കിലും പറന്നു വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ജനലിലൂടെ ഒരു കാറ്റ് വീശിയിട്ടുണ്ടാകാം. ആമസോൺ കാട് അതിന്റെ പ്രിയപ്പെട്ട മകനെ തിരിച്ചു വിളിച്ച നിമിഷം. ബേറ്റ്സ് മരിച്ച വിവരമറിഞ്ഞപ്പോൾ ശാസ്ത്രലോകം സ്തംഭിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പലരും കരഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ആ പഴയ കൂട്ടുകാരൻ വാലസ് ആയിരിക്കും. രണ്ടുപേരും കൂടി തുടങ്ങിയ യാത്ര. ഒരാൾ പാതി വഴിയിൽ കപ്പലിലെ തീപിടുത്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവൻ. മറ്റേയാൾ എല്ലാം നേടി, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടവൻ. വാലസ് അന്ന് ഓർത്തിട്ടുണ്ടാകും ആ ചെറുപ്പകാലത്ത് രണ്ടുപേരും കൂടി വണ്ടുകളെ പിടിച്ചു നടന്ന ആ കാലം. എടാ, നീ എന്നെ തനിച്ചാക്കി പോയല്ലോ എന്ന് വാലസിന്റെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാകും. ബേറ്റ്സ് പോയി. പക്ഷേ പുള്ളി ബാക്കി വെച്ചതെന്താണെന്നോ? ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ചെന്നാൽ ഇന്നും കാണാം പുള്ളി ശേഖരിച്ച ആ വണ്ടുകളുടെയും പൂമ്പാറ്റകളുടെയും ശേഖരം. ലക്ഷക്കണക്കിന് വണ്ടുകൾ, ഓരോന്നും കുത്തിവെച്ചിരിക്കുന്നത് ബേറ്റ്സിന്റെ കൈകൾ കൊണ്ടാണ്. അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എന്ത് ക്ഷമയാണ് ആ മനുഷ്യന്! ഒരു ചെറിയ വണ്ടിന്റെ പേരെഴുതിയ കടലാസ് കഷ്ണം പോലും പുള്ളി വെട്ടിയെടുത്തു വെച്ചിരിക്കുന്നത് അത്രയും കൃത്യതയോടെയാണ്. നമ്മുടെ നാട്ടിലെ പഴയ ആശാരിമാർ മരത്തിൽ കൊത്തുപണി ചെയ്യുന്നതുപോലെ അത്രയും സൂക്ഷ്മമായ ജോലി. ആ ചില്ലുകൂടുകൾക്കുള്ളിൽ കിടക്കുന്നത് വെറും ഉണങ്ങിയ പ്രാണികളല്ല. അത് ബേറ്റ്സിന്റെ സമയമാണ്, ബേറ്റ്സിന്റെ ജീവിതമാണ്. അവിടെ കിടക്കുന്ന ഓരോ വണ്ടിനും പറയാനുണ്ട് ആമസോണിലെ ഓരോ ദിവസത്തെ കഥ. ഇന്ന് നമ്മൾ പരിണാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ബേറ്റ്സിനെയാ. അതിജീവനത്തിനു വേണ്ടി പ്രകൃതി ഒരുക്കുന്ന വേഷപ്പകർച്ച. ഈ സത്യം ലോകത്തിന് കാണിച്ചു തന്നത് ആ സാധാരണ ഗുമസ്തനാ. പുള്ളി സർവകലാശാലയിൽ പോയി പഠിച്ചിട്ടില്ല, വലിയ ബിരുദങ്ങളില്ലായിരുന്നു. പക്ഷേ പ്രകൃതി എന്ന വലിയ സർവകലാശാലയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു പുള്ളി. നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടത്തിൽ പോകാത്ത എത്രയോ കർഷകരുണ്ട്. മണ്ണിനെക്കുറിച്ച് ചോദിച്ചാൽ ശാസ്ത്രജ്ഞരെക്കാൾ അറിവുള്ളവർ. അതുപോലെയായിരുന്നു ബേറ്റ്സും. അനുഭവമായിരുന്നു പുള്ളിയുടെ ഗുരു. ഇനി നമുക്ക് ആ പുസ്തകത്തിലേക്കൊന്ന് മടങ്ങാം. ദ നാച്ചുറലിസ്റ്റ് ഓൺ ദ റിവർ ആമസോൺസ്. ഇന്നും 150 വർഷങ്ങൾക്കിപ്പുറവും ആമസോണിലേക്ക് പോകുന്ന ഓരോ സഞ്ചാരിയുടെയും ബാഗിൽ ഈ പുസ്തകമുണ്ടാകും. അതൊരു ബൈബിൾ പോലെയാണവർക്ക്. അതിലെ ഭാഷയ്ക്ക് മരണമില്ല. വായിക്കുമ്പോൾ നമുക്ക് തോന്നും ബേറ്റ്സ് നമ്മുടെ തൊട്ടത്തിരുന്ന് കഥ പറയുകയാണെന്ന്. ആമസോണിലെ കാറ്റും വെളിച്ചവും ആ വാക്കുകളിലുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കൊതി തോന്നും, എനിക്കും പോകണം ആമസോണിലേക്ക് എന്ന്. ഒരു എഴുത്തുകാരന് ഇതിൽ കൂടുതൽ എന്താണ് ആഗ്രഹിക്കുക? തൻ്റെ വരികളിലൂടെ വരും തലമുറയെ സ്വപ്നം കാണിക്കാൻ പറ്റുക എന്നത് ചെറിയ കാര്യമാണോ? ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ജീവിതം? ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഭൂരിഭാഗം ആളുകളും ഈ വഴിയിലൂടെ കടന്നുപോകുന്നു. പക്ഷെ ബേറ്റ്സിനെപ്പോലെ ചിലരുണ്ട്. അവർ നടന്നുപോയ വഴിയിൽ ചില അടയാളങ്ങൾ ബാക്കി വയ്ക്കും. കാലത്തിനു മായ്ക്കാൻ കഴിയാത്ത കാൽപ്പാടുകൾ. ബേറ്റ്സ് തേടിപ്പോയത് പണമല്ല, പ്രശസ്തിയല്ല, വെറുമൊരു കൗതുകം. എന്താ അവിടെ എന്നറിയാനുള്ള ആകാംക്ഷ. ആ ആകാംക്ഷയ്ക്ക് പുറകെ പോയി പുള്ളി ഹോമിച്ചത് സ്വന്തം ജീവിതമാണ്. പക്ഷേ അതിൽ പുള്ളിക്കൊട്ടും കുറ്റബോധമുണ്ടായിരുന്നില്ല. ഇപ്പോ ആ കാട്ടിൽ നമ്മൾ ഈ കഥ പറയുമ്പോഴും അവിടെ എവിടെയെങ്കിലും ഒരു ഹെലിക്കോണിയ പൂമ്പാറ്റ പറക്കുന്നുണ്ടാകും. അതിൻ്റെ പുറകെ വേഷം മാറി കള്ളനെപ്പോലെ ഒരു പീരിഡ് പൂമ്പാറ്റയും പറക്കുന്നുണ്ടാകും. അവയ്ക്കറിയില്ല തങ്ങളുടെ ഈ കള്ളത്തരം കണ്ടുപിടിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന്. അവയ്ക്ക് ഹെൻറി വോൾട്ടർ ബേറ്റ്സ് എന്ന പേരറിയില്ല. പക്ഷെ ആ കാടിൻ്റെ ഓരോ അണുവിലും
ബെയ്റ്റ്സിന്റെ സാന്നിധ്യമുണ്ട്. രാത്രിയിൽ കാറ്റ് വീശുമ്പോൾ, മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൽ ബെയ്റ്റ്സിന്റെ പേരുണ്ട്. പുഴ ഒഴുകുന്ന ശബ്ദത്തിൽ ആ പേരുണ്ട്. നമ്മളും ജീവിതത്തിൽ പലപ്പോഴും ബെയ്റ്റ്സിനെ പോലെയാ. ചിലപ്പോൾ ഒറ്റപ്പെടും, ചിലപ്പോൾ കഷ്ടപ്പാടുകൾ വരും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിനു വേണ്ടി, നമ്മുടെ സ്വപ്നത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നാൽ, ബെയ്റ്റ്സ് കാത്തിരുന്ന പോലെ 11 വർഷം കാത്തിരുന്നാൽ, എപ്പോഴെങ്കിലും ഒരു ദിവസം ലോകമത് തിരിച്ചറിയും. അല്ലെങ്കിൽ തന്നെ ലോകം തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മളോട് പറയാമല്ലോ, ഞാൻ ജീവിച്ചു, ഞാൻ എൻ്റെ സ്വപ്നത്തിനു പിറകെ പോയി എന്ന്. രാത്രി ഏറെ വൈകി. ഇപ്പോൾ ആമസോണിൽ നേരം വെളുക്കാറായിട്ടുണ്ടാകും. അവിടെ ഇപ്പോൾ മൂടൽമഞ്ഞ് മാറി സൂര്യൻ എത്തിനോക്കുന്നുണ്ടാകും. ആ വെളിച്ചത്തിൽ ഒരു നീലപ്പൂമ്പാറ്റ ചിറകു വിടർത്തുന്നു. അത് പറന്നുയരുകയാണ് ആകാശത്തേക്ക്. ബെയ്റ്റ്സിന്റെ ആത്മാവ് പോലെ സ്വതന്ത്രമായി, അതിരുകളില്ലാതെ. ശുഭരാത്രി. ഈ കഥ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു നിറം പകരട്ടെ. ഏതു ഇരുട്ടിലും പ്രതീക്ഷയുടെ ഒരു ചെറിയ പൂമ്പാറ്റയെങ്കിലും പറന്നു നടപ്പുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.